സൂചിപ്പിച്ചു അഴിമതിയുടെ കാര്യം. ഇവിടെ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ അയ്യപ്പന് നിവേദിച്ചിട്ടുള്ള കാണിക്ക് വച്ചിട്ടുള്ള സ്വർണവും അത് സ്വർണ്ണ കട്ടിളപ്പാളികൾ വരെ അടിച്ചു മാറ്റിയിട്ടുള്ള അതിൽ വരെ കൈവച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിനെതിരെ പാരഡി ഗാനം ഇറക്കി. ഓർമ്മയില്ലേ? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി. ആ പാട്ട് നിരോധിച്ചിരിക്കുക. ആ പാട്ട് നിരോധിച്ചിരിക്കുക. പാടാൻ പാടില്ല എന്നാ പറയുന്നത്. എന്ത് കേൾക്കണം, നമ്മൾ എന്ത് പാടണം, എന്ത് കേൾക്കണം എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടിന് എന്താ കുഴപ്പം? പോറ്റിയും പിണറായി വിജയന്റെ സംഘവും കൂടി ശബരിമലയിലെ സ്വർണവും ധനവും പണവും ഒക്കെ അടിച്ചു മാറ്റിയ സമയത്ത് ഒരു പാട്ടിറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പാട്ട് കേൾക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവര്, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും എഴുത്തുകാരനും സാംസ്കാരിക നായകന്മാരും ഒക്കെ പറയുന്ന ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ലോക പ്രശസ്ത ചിത്രകാരൻ MF ഹുസൈൻ സരസ്വതി ദേവിയുടെ, നമ്മളെല്ലാം ദിവസവും വണങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, തൊഴുന്ന സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ച് തെരുവീതികളിൽ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധമുയർത്തിയപ്പോൾ ഇവിടുത്തെ സഖാക്കന്മാരും എഴുത്തുകാരും കൂലി എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ പറഞ്ഞത് എന്താ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് രീതിയിൽ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം, എന്ത് പേക്കോലം വേണമെങ്കിലും സംസാരിക്കാം. ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇവിടെ ചില കാര്യങ്ങൾക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാൽ, എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോ. അതുകൊണ്ട് ഒരു പാട്ട് കേൾക്കാൻ, ഒരു പാട്ടിനെ പേടിയാണ്. ഒരു പാട്ട് കേൾക്കുന്ന ആളുകൾ, ഒരു പാട്ട് കേൾക്കുന്നതിന് പേടിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇത്രയും ലജ്ജാകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനു മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെതിരെ പ്രതിപക്ഷം എന്താ ചെയ്തത്? ഇതിനെതിരെ പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം ചില ചെറിയ ഗിമ്മിക്കുകളൊക്കെ കാണിച്ചുവെങ്കിലും ഇന്നിവര് ശക്തമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ പോലും സംഘടിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. തയ്യാറാകുന്നുണ്ടോ? അതിനിവർ തയ്യാറല്ല. കാരണം ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഇടതും വലതും ഇവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ SDPIയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് മിനിഞ്ഞാന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? തിരുവനന്തപുരത്ത് SDPI കൂട്ടുപിടിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ BJP തോൽപ്പിക്കണം. ഇതാണ് അവരുടെ അജണ്ട. ഇതാണ് അഭിമന്യുവിനെ മഹാരാജ് കോളേജിലെ SFIയുടെ യൂണിറ്റ് നേതാവ്, SFIയുടെ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ, അഭിമന്യുവിന് വേണ്ടി ഫണ്ട് പിരിച്ച് കോടികൾ തട്ടിയ, രക്തസാക്ഷി ഫണ്ടിൽ പോലും കോടികൾ മുക്കുന്ന ഒരാൾ മരിച്ചു കിട്ടിയാൽ അത്ര നല്ലതാണ്, ഞങ്ങൾക്ക് പിരിവ് നടത്താമല്ലോ എന്ന് ഉദ്ദേശിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഇടതുപക്ഷ നേതൃത്വമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ, SFIയുടെ നേതാവിനെ കൊലപ്പെടുത്തിയ SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചായാലും അവരുടെ കൂടെ കൂടിയിട്ടായാലും ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കണം എന്നാണ് ഇവരുടെ മന്ത്രിമാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? SDPI ഇവിടെ സഖ്യമായിട്ട് മത്സരിക്കുകയാണ് തമിഴ്നാട്ടിൽ. SDPIയുടെ സംസ്ഥാന അധ്യക്ഷന് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീറ്റ് നൽകി മത്സരിക്കാൻ. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യം. നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത്, അയൽ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ SDPIയുടെ സംസ്ഥാന അധ്യക്ഷന് മത്സരിക്കുവാൻ ഇന്ത്യ മുന്നണിയിൽ സംവിധാനം കൊടുത്തിരിക്കുന്നു, സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം തകർത്തുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി ഇവിടെ വോട്ട് ബാങ്ക്, ചില സംഘടിത മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പിടിക്കുന്നതിന്, വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരും. ഇത് കാലാകാലമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഇതിന് അറുതി വേണം പ്രിയപ്പെട്ടവർ.
ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ തീർത്ത് പറയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം അത് തകർന്ന് തരിപ്പണമാകും. അതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതമൗലിക തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുക, ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി. ഇന്നിവരുടെ അജണ്ട തന്നെ സംഘടിത ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പെട്ടിയിലാക്കുക, അവരുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബംഗ്ലാദേശിലെ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി കൂട്ടബലാത്സംഗത്തിന് സ്ത്രീകളെ ഇരയാക്കുന്നു, കൊച്ചുകുട്ടികളെ വരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു, അവരുടെ വീടുകൾ തീയിട്ട് നശിപ്പിക്കുന്നു, അവരവിടുന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അന്നേരമൊന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോ കോൺഗ്രസുകാരനോ യാതൊരു വേദനയുമില്ല, യാതൊരു കുഴപ്പവുമില്ല, അവർക്കൊന്നും ഒരു സന്തോഷമാണ്. കാരണം എന്നും ഇവരുടെ അടിമകളാണല്ലോ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്ന ഭൂരിപക്ഷ സമൂഹം എന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകൾ. ഇവർ അതിന് വിധിക്കപ്പെട്ടവരാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ചിന്താധാര അതാ. ഇറാനില് നിങ്ങൾ നോക്കൂ, ഇറാനിൽ ഇവിടെ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം നടത്തി, അവിടെ കുറച്ചു പേർ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വായു മൂടി പ്രതിഷേധം നടത്തിയ ഇവന്മാരിവിടെ. എന്താ മനുഷ്യാവകാശം? അന്നേരം ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ മനുഷ്യാവകാശമില്ല. ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ മനുഷ്യാവകാശമുണ്ട്. അങ്ങനെയുണ്ട് ഇതിനകത്ത്. മനുഷ്യാവകാശം എല്ലാവർക്കും ഒരേപോലെ, അതിനാണല്ലോ മനുഷ്യാവകാശം നടന്നത്. അല്ലെങ്കിൽ ഇറാനിൽ വേറൊരു മനുഷ്യാവകാശം, ഇന്ത്യയിൽ വേറൊരു മനുഷ്യാവകാശം, അങ്ങനെ ബംഗ്ലാദേശിൽ വേറൊരു മനുഷ്യാവകാശം, അങ്ങനെയുണ്ട്. അപ്പോ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നവും വേദനയുമാണ്. പക്ഷെ ബംഗ്ലാദേശിലെ പോലെയുള്ള നമ്മുടെ രാജ്യത്ത് കാശ്മീരിലെ മതം ചോദിച്ചുകൊണ്ട്, കാലിമ ചൊല്ലാൻ അറിയില്ലാത്തവരെ മതം ചോദിച്ചുകൊണ്ട് വെടിവെച്ചു വന്നു. ഭാര്യമാരുടെ മുൻപിലിട്ട്, അമ്മമാരുടെ മുൻപിലിട്ട്, കുട്ടികളെ മുൻപിൽ വെച്ച് കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ നിങ്ങൾ അമുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു കൊന്ന ആ സമയത്ത് ഇവിടെ ഒന്ന് പ്രതികരിക്കാൻ, ഒരു ചെറുവിരൽ നിൽക്കാൻ, ഒരു മൗനത നടത്താൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്കോ സഖാക്കന്മാർക്കോ സാധിച്ചോ? എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പൊ ചിലപ്പോ ന്യൂനപക്ഷ വോട്ട് പോകും. അതല്ലേ ലക്ഷ്യം? അത് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭൂരിപക്ഷ വോട്ടുകൾ വേണ്ട എന്നാണ് അവരുടെ ചിന്ത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ചില കോമാളിത്തരങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾ യാഥാർത്ഥ്യം ചിന്തിച്ചു നോക്കൂ. അതിലെ അതിന് ശരി. കാരണം അവർക്ക് വോട്ട് കുത്താനുള്ള വെറും യന്ത്രങ്ങൾ മാത്രമാണ് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് അവർക്ക് ധാരണയുണ്ട്. അത് ആ അജണ്ട അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. RSSനെതിരെ, BJPക്കെതിരെ കള്ളപ്രചരണം നടത്തിയാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം എന്നും അവരുടെ കൂടെ നിൽക്കുമെന്ന് തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇവിടുത്തെ സംഘടിതമായിട്ടുള്ള വോട്ടുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടർമാരെ തള്ളിപ്പറയുന്ന, അവഹേളിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു പറ്റം പാവപ്പെട്ട ഹൈന്ദവരുടെ ജീവനാണ്, ഹിന്ദു നാമധാരികളുടെ ജീവനാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകളെന്ന് നിങ്ങൾ മറന്നു പോകേണ്ട പ്രിയപ്പെട്ട സഖാക്കന്മാരെ, നിങ്ങൾ മറന്നു പോകേണ്ട. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 9-ാം തീയതി, എല്ലാ ആഗസ്റ്റ് 9 നടന്നു തോന്നുന്നു, അന്ന് കൃഷ്ണപിള്ള ദിനാന്നാ പറയുന്നത്. അതേപോലെ ഒരു നമ്മുടെ കിറ്റിന്റെ ദിനവും ആഗസ്റ്റ് 9-നാണ്. അന്ന് സഖാക്കന്മാര് പ്രഭാതവേരി നടത്തലാണ്. പ്രഭാതവേരിയിൽ ഇവരെ പറയുന്ന മുദ്രാവാക്യം, വിളിക്കുന്ന മുദ്രാവാക്യം ഞാൻ കേട്ടതാ. കയ്യൂരിൽ, കരിവള്ളൂരിൽ, പുന്നപ്രയിൽ, വയലാറിൽ രക്തം ചിന്തി മരിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലുമൊക്കെ ആരാണ് നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവർ?
നിറതോക്കുകൾക്ക് മുൻപിലേക്ക് വാരിക്കും തങ്ങളുമായി നിങ്ങൾ പറഞ്ഞു വിട്ടവർ അവർ ആരായിരുന്നു? പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ. കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും ഒക്കെ രക്തം ചിന്തി മരിച്ചവർ, പ്രാണൻ പിടയുമ്പോഴും പ്രാണവായു പോലെ ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി പിടഞ്ഞു മരിച്ച സമരസഖാക്കന്മാർ നാമധേയം കൊണ്ടെങ്കിലും ഹിന്ദുക്കളായിരുന്നത് അല്ലെങ്കിൽ പറ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹൈന്ദവന്റെ ജീവനാണ്. അവരുടെ ശവകുടീരത്തിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഭൂരിപക്ഷ സമൂഹത്തോടുള്ള വെല്ലുവിളി ഇതെക്കാലവും നമ്മുടെ നാട്ടിൽ നടപ്പിലാകില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയവും വേണ്ട. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഇവിടുത്തെ സഖാക്കന്മാർ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണിപ്പോൾ. നിങ്ങൾ മറന്നു പോകേണ്ട, ആ കാലഘട്ടമാണിപ്പോൾ. എത്ര ആളുകളെ കണ്ടില്ലേ മറ്റു പ്രസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 10, 80, 85 വയസ്സ് വരെയൊക്കെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. എന്തായാലും കുഴപ്പമില്ല, അവർക്ക് തിരിച്ചറിവുണ്ടായി. തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മാറ്റത്തിന്റെ ശുഭസൂചന. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതാണ്. CPM നിന്നും കോൺഗ്രസിൽ നിന്നും അവരുടെ രാഷ്ട്രീയം എടുത്ത്, അതായത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഹിതമായിട്ടല്ല, രാജ്യത്തിന്റെ ഹിതമനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് CPM നിന്നും കോൺഗ്രസിൽ നിന്നും അവരുടെ മുൻ MLA-മാർ, MP-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ടവരെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ബൂത്ത് സെക്രട്ടറിമാർ, ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു കാലഘട്ടമാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ട് കൊണ്ടിരുന്ന ചില ആളുകളെ അവരുടെ കൂടാരത്തിൽ കൊണ്ടുപോയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തി. ഇതൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ തറവറ്റിച്ചു കളയാമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസുകാരനെ CPM-കാരന്റെ വ്യാമോഹം. അത് ഈ പ്രസ്ഥാനത്തോട് നടപ്പില്ല. കാരണം ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളിവിടെ അധികാരത്തിന്റെ ശീതളച്ചായൽ അഭ്രമിച്ച സുഖിച്ച ആളുകളല്ല. ധാരാളം രക്തസാക്ഷികൾ, ധാരാളം ആളുകൾ ജീവൻ വെടിഞ്ഞ് ജീവൻ കൊടുത്ത് അംഗവൈകല്യം സംഭവിച്ച ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള, ജീവത്യാഗം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള, പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള സംഘടനയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയും. ഇത് നിങ്ങൾ മറന്നു പോകേണ്ട. 1, 2 ആളുകളെ നിങ്ങളുടെ കൂടുതൽ കൂട്ടി അവർക്കെതിരെ, അവരെ കൊണ്ട് BJP-ക്കെതിരെ പ്രചരണം നടത്തിയ തകർന്നു പോകുന്ന ഒരു സംഘടനയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് നിങ്ങൾ മറന്നു പോകേണ്ട. അത് നിങ്ങൾ നോക്കണം. ഞങ്ങൾ ത്യാഗം സഹിച്ചവരാണ്. ഞങ്ങളുടെ പൂർവ്വം ജീവൻ കൊടുത്തവരാണ് ഈ സംഘടനയ്ക്ക്. ഞങ്ങളുടെ പൂർവികന്മാർ അംഗവൈകല്യം സംഭവിച്ച് ഇപ്പോഴും കിടപ്പിൽ കിടക്കുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. ഇത്തരമുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഈ സംഘടനയ്ക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ നിലനിൽപ്പുള്ളൂ. ഇതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഞങ്ങൾ ആദർശത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ആളുകളാണ്, അല്ലാണ്ട് ആമാശയത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ആളുകളല്ല. കണ്ണൂരിലെ തലമുതിർന്ന CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? രക്തസാക്ഷി ഫണ്ട് പോലും കൃത്യമായ കണക്കില്ല, ബക്കറ്റ് പിരിവ് നടത്തുന്ന പൈസക്ക് കണക്കില്ല, രസീറ്റുകൾ വ്യാജ രസീത് അടിച്ചു. ഇവിടെ രക്തസാക്ഷി ഫണ്ട് പിരിച്ച ഫണ്ടിന് കണക്കില്ല, കോടികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം പറഞ്ഞ് കോടികൾ പിരിച്ചിട്ട് 40 ലക്ഷം വീടുകൾ വെച്ചു കൊടുത്തു. അതോടെ തീർന്നു. ബാക്കി ഫണ്ടിന് കണക്കില്ല. പാർട്ടിക്ക് ആസ്തി കൂടി,
സർവത്ര അഴിമതി നടത്തുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ യാതൊരു സംശയവും വേണ്ട, ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുൻപോട്ട് വരുന്ന സമയത്ത് എന്തെന്നില്ലാത്ത തൃശ്ശൂർ സുരേഷ് ഗോപിജി നയിച്ച ആ യാത്രയൊക്കെ നമ്മൾ കണ്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും NDAയുടെ പുറകിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പുറകിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് ഒരു വിദ്വാന് കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുപോയി. BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഒരു വിദ്വാനെ കൊണ്ടുപോയി. അയാളെ എന്തിനാ BJP പുറത്താക്കിയത്? അയാളെ BJP പുറത്താക്കിയത് പുൽപ്പള്ളി പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോൾ എന്നൊരു പാവത്തിന് ഒരു കാട്ടാന ആക്രമിച്ചു കൊന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സംഘടിതമായിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് അതിനെതിരെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയരും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് സത്യമാണ്. അത് സമൂഹ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. അവിടെ കൂടുതൽ ക്രൈസ്തവ സഹോദരന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അത് തീർച്ചയായിട്ടും അവരുടെ വികാരം, അവർ ആ പരിപാടി, പ്രതിഷേധ പരിപാടിയിൽ പള്ളിയിൽ അച്ഛന്മാർ, വികാരി അച്ഛനൊക്കെ ആളുകൾ, ധാരാളം ആളുകൾ, അവരുടെ അധികാരികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഇത് കണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ലോഹയിട്ട ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി. ഉടനെ കോൺഗ്രസ്സുകാരും CPM-മാരും പുറകെ ഓടി. എന്നിട്ട് നീ ഞങ്ങളുടെ കൂടെ പോരെ, നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഡിമാൻഡുകൾ കൂടുതൽ അംഗീകരിക്കുന്ന ആരാണോ അവരുടെ ഞാൻ പോകും. പോയതിപ്പോ കോൺഗ്രസ്സുകാരന്റെ കൂടെയാണ്. ഇപ്പൊ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ കാണാനുമില്ല, കേൾക്കാനുമില്ല. എന്ത് തന്നെയായാലും ക്രൈസ്തവ വിരോധമുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ, ക്രൈസ്തവ സഹോദരന്മാർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതിന്റെ പേരിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റിയത്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പ്രചരണം നടത്താൻ ഇവിടെ കോൺഗ്രസ്സുകാരന് അല്പമെങ്കിലും എളുപ്പം മാനവുമുണ്ടോ എന്നാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, വേറൊരു വിദ്വാനുണ്ട് പാലക്കാട് എന്നാണ് പറയുന്നത്. സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ അദ്ദേഹം മലപ്പുറം ജില്ലയില്ല. സ്ഥാപനവും ജംഗമൊക്കെ മലപ്പുറമാണ്, പക്ഷെ തൊട്ട അതിർത്തി ജില്ലയാണ് പാലക്കാട്. അദ്ദേഹം പാലക്കാട് മേഖല കേന്ദ്രീകരിച്ചാണ്. പാലക്കാട് വലിയ ഹോപ്പില്ലാത്തതുകൊണ്ട്, വലിയ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പാലക്കാടിന്റെ ചില ഏരിയകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. സത്യം. അതുകൊണ്ട് പാലക്കാടാണ് ഇയാള് എന്നാണ് എല്ലാവരുടെയും വിചാരം. അദ്ദേഹം മലപ്പുറത്തുകാരനാണ്, പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. സത്യമാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ വരെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വരെ കള്ളപ്രചരണം നടത്താൻ വേണ്ടി ഇന്ന് അയാളെ ഉപയോഗിക്കുക. അയാളുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ലോകമാരാധിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒന്നടങ്കം ആളുകൾ, അത് രാഷ്ട്രീയ കക്ഷിഭേദമൊന്നുമില്ല, എല്ലാ ആളുകളും അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന ചില പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇവിടെ തന്നെ എന്നെ പേര് കണ്ട ചിലപ്പോൾ ഒന്ന് കൊടുത്തു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കിതാ ഒരു പൊതുപരിപാടിയിൽ സീറ്റ് കിട്ടിയില്ല, ഇരിക്കാനുള്ള കസേര കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ പാർട്ടി വിട്ടുപോകാം. ഉടനെ കോൺഗ്രസ്സുകാരൻ പുറകെ വിട്ടു, നീ ഞങ്ങളുടെ കൂടെ പോരെ, നിനക്ക് വേണ്ട ജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു മത്സരിക്കാൻ സീറ്റ് തരാം, MLA ആയാൽ മന്ത്രിയാക്കാം, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാമോഹിപ്പിച്ചുകൊണ്ട്, വ്യാമോഹങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ, ഈ പറയുന്ന ആളെ അവര് കോൺഗ്രസിന്റെ ഭാഗമാക്കി. അയാള് എന്ന് കോൺഗ്രസിന്റെ തറവാട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ അവരുടെ കഷ്ടകാലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനിതാ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും ഞാനിതാ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത്. അദ്ദേഹം ആ കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങി ഒരു വൻമരത്തിന്റെ അടിവേര് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് തുടങ്ങി രാഹുൽ മാങ്കൂടന്റെ കഷ്ടകാലം. സത്യമല്ല, ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാലോ. ഇതുണ്ടായ കാര്യമാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ വീടുകളിലൊക്കെ ചെറുപ്പക്കാരൻ കേട്ടിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ശുഭകാര്യം നടന്നാൽ പിന്നെ ആ കുട്ടിയാണ് അവിടുത്തെ സ്റ്റാർ. എന്താ പറയാ, ഇതെല്ലാം വന്നു കയറി കൊച്ചിന്റെ ഐശ്വര്യം എന്ന് പറയും. എല്ലാം വന്നു കയറി കൊച്ചിന്റെ ഐശ്വര്യം കാരണന്മാർ പറയും. കേട്ടിട്ടില്ല നിങ്ങള്?
അതേസമയം എന്തിനാ അശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പിന്നെ അമ്പായിന്ന് പോരായി, തോട്ടം കുറ്റം, എല്ലാത്തിനും കുറ്റം, തുണി അലക്കുന്നത് കുറ്റം, മുറ്റടിച്ചു പോകുന്ന കുറ്റം ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പോരാളികൾ പറയുന്നത് എല്ലാം വന്നു കയറി വെച്ചിന്റെ ഐശ്വര്യം എന്നാ പറയുന്നത്. അവിടെ കച്ചവടം കുറച്ച് കൂടുതലായിരുന്നു. സ്നേഹത്തിന്റെ കട വന്നപ്പോ കച്ചവടം കുറച്ച് കൂടിപ്പോയി. അദ്ദേഹം ജയിലിൽ, രാഹുൽ മാങ്കൂട്ടൻ ജയിലിലായി. ഇദ്ദേഹം അതിന്റെ ഭാഗമായി ഇപ്പൊ സീറ്റ് കിട്ടിയില്ല. തൃക്കരിപ്പൂർ മറ്റേ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അവിടെ ജയിക്കോ ജയിക്കാതെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാനിതാ നിങ്ങൾ ബി ജെ പിക്കാരോട് ഉപദേശിക്കുക, നിങ്ങൾ വരൂ, നിങ്ങൾ ആ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഭയങ്കര മനസ്സുഖം കിട്ടുന്നതാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് കോൺഗ്രസ്സുകാർ. അങ്ങനെ വെറുപ്പിന്റെ രാഷ്ട്രീയം മനസ്സിലുണ്ടായിരുന്ന ബി ജെ പിക്കാരെല്ലാം പുറത്തു പോകുന്നുണ്ട്, യാതൊരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ആളാണ് ഈ പറയുന്നത്. പാണക്കാട് തറവാടിന്റെ തിണ്ണ നിറങ്ങുന്നതാണ് ഇവിടെ മതേതരത്വം എന്ന അയാളുടെ വിശ്വാസം. ഒരു ദിവസം ഒരു തവണയെങ്കിലും പാണക്കാട് തറവാട് പോകും, എന്നിട്ട് ബി ജെ പിക്കെതിരെ എന്തെങ്കിലും പറയും, RSകാരെ എന്തെങ്കിലും പറയും, പ്രധാനമന്ത്രിക്ക് എതിരെന്തെങ്കിലും പറയും. ഇവിടെ RSകാരനും പ്രധാനമന്ത്രിക്കുമെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല എങ്കിൽ പാറക്കാട്ട് തറവാട്ടിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളത് ആര്? ഞാൻ ഈ പറഞ്ഞ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മുൻ ബി ജെ പിക്കാരൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എന്തോ വട്ടായി എനിക്ക് തോന്നിയിരിക്കും. കാരണം ഇപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഈ പൊന്നാനി പോയിട്ടൊരു കർമ്മമുണ്ട്, അറിയാലോ. പൊന്നാനിയിൽ പോയിട്ട് ഒടുക്കത്തെ കർമ്മം കൂടി കഴിഞ്ഞ് ഇനി വല്ല മുഹമ്മദ് എന്ന് പേരെ പറ്റി മാറ്റി നാളെ മുഹമ്മദ് വാര്യർ എന്നറിയപ്പെടാൻ തുടങ്ങിയാലും അതിന് അതിശോക്തിയൊന്നുമില്ല, അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാ ഇപ്പോഴത്തെ സാഹചര്യം, അവിടെ അവസ്ഥ. മുഹമ്മദ് വാര്യർ അങ്ങനെ ഉണ്ടാവും. ഈ വാര്യങ്ങൾക്ക് കുഞ്ഞമ്മ ഒരു വാര്യ മുഹമ്മദ് വാര്യർ, അത് സംഭവിക്കാൻ സാധ്യത. ഇതാണ് ഇപ്പോഴത്തെ അയാളുടെ രാഷ്ട്രീയ നിലപാട്. അദ്ദേഹം പറഞ്ഞു, അതാ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പോകുന്നു, പാലക്കാടിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഞാൻ ഉന്മൂലനം ചെയ്യും എന്നാണ് അദ്ദേഹം കോൺഗ്രസ് കൊടുത്ത വാക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിനവിടെ സീറ്റ് കിട്ടിയില്ല. ആരാണ് അവിടെ ഉന്മൂലനം ചെയ്യപ്പെടുക എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം അങ്ങോട്ട് അടുപ്പിച്ചില്ല, നേരെ തട്ടി തൃക്കരിപ്പൂർ. അതാണ് ബി ജെ പി എന്ന് മാറിപ്പോയിട്ടുള്ള ചില ആളുകളെ ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം. ഞാൻ അത് സൂചിപ്പിച്ചു. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. സന്ദീപ് വാര്യർ, നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷൻ, ഇവരെ കൊണ്ടൊക്കെ ബി ജെ പിയെ തകർത്ത് കളയാമെന്നാണ് ഇവർ വിചാരിച്ചത്. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, NDA മുന്നണിക്കെതിരെ, അതേപോലെ തന്നെ 2020 ബി ജെ പിയുടെ ഘടകകക്ഷിയായ സമയത്ത്, NDAയുടെ ഘടകകക്ഷിയായ സമയത്ത്, NDAയുടെ ഭാഗമായി ചേർന്ന സമയത്ത് 2020യുടെ നേതാക്കന്മാരെ കുറിച്ചും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും ഇവർ പുതിയ പ്രചരണം തുടങ്ങി. ഒരു തരത്തിലും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ശപഥമെടുത്തിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ഈ 2026 ഈ മാസം 9-ാം തീയതി നടക്കുവാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. NDA മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പ്രിയപ്പെട്ടവരെ, കേരള രാഷ്ട്രീയത്തിന്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഭാഗധേയം നിർണയിക്കുക അത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. പണ്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് രാജ്യത്ത് സ്ഥിരമായിട്ട് മോഷണം നടക്കുന്ന ഒരു പ്രദേശം. അപ്പൊ ഇത് സ്ഥിരം ഒരു ശല്യമായിരിക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി രാജാവിനോട് പരാതി പറഞ്ഞു. അന്ന് രാജഭരണം. രാജാവിനോട് പരാതി പറഞ്ഞു, ഇത്തരത്തിലൊരു സ്ഥിരമായിട്ട് മോഷണം നടക്കുകയാണ് ഇവിടെ, ഞങ്ങൾക്ക് ഒരു വിധത്തിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് കള്ളനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അവിടുത്തെ പ്രദേശവാസികളുടെ സഹകരണത്തോട് കൂടിയിട്ട്. അങ്ങനെ പ്രദേശവാസികളുടെ സഹകരണത്തോട് ഒരാളെ പിടിച്ചു. പക്ഷെ അദ്ദേഹം നിരപരാധിയായി. പക്ഷേ അവിടുത്തെ ഇപ്പൊ അന്നുകൊണ്ട് ഈ ആൾക്കൂട്ട വിചാരണ, അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അദ്ദേഹം സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു. ഉടനെ രാജാവിന്റെ മുൻപിൽ കൊണ്ടുപോയി. രാജാവിന്റെ മുൻപിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചു, കാരണം വേറെ നിർവാഹമില്ല. അങ്ങനെ കുറ്റം സമ്മതിച്ച അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ വേണ്ടി പോവുകയാണ്.
അല്ലെങ്കിൽ ഞാൻ 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം, അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങൾക്ക് ശിക്ഷയായിട്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശിക്ഷ വിധിക്കുന്നതൊക്കെ നല്ലത് തെരഞ്ഞെടുക്കാണ്. അപ്പൊ 2 ഓപ്ഷൻ വെച്ചു. ഒന്നുകിൽ നിങ്ങൾ ചാട്ടവാറടി 100 ചാട്ടവാറടി കൊള്ളണം, ഭടന്മാരുടെ 100 ചാട്ടവാറടി കൊള്ളണം, അല്ലെങ്കിൽ 100 എരിയുന്ന കാന്താരി മുളക് തിന്നണം, എരിവുള്ള നല്ല മുളക് തിന്നണം. അപ്പൊ ഇത് രണ്ടും കേട്ടപ്പോ നമ്മുടെ പാവം കള്ളന് തോന്നി, നിരപരാധിയായ കള്ളന് തോന്നി. ഈ ചാട്ടവാറടിയിരുന്നു ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു വെക്കുന്ന സമയത്ത് ഭയങ്കര വേദനയൊക്കെ എടുക്കും, നല്ല വേദന, പൊളച്ചില്. അത് കണ്ടിട്ടുണ്ടോ? ചാട്ടവാറ ഇങ്ങനെ പൊളഞ്ഞ് ശരീരത്തൊക്കെ ചെല്ലുന്ന സാഹചര്യം ഭയങ്കര വേദനയൊക്കെ. എപ്പോൾ പറഞ്ഞത് എന്താ, ഞാൻ മുളക് തിന്നോളാം എന്ന് പറഞ്ഞു, ഞാൻ മുളക് തിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 100 മുളക് തിന്നാൻ വേണ്ടി തീരുമാനിച്ചു ശിക്ഷയായിട്ട്. അദ്ദേഹം ഒരു 5-6 മുളകൊക്കെ തിന്ന് ഒരു 6-7 മുളക് കഷ്ടി തിന്നു. അന്നേരത്തേക്ക് എല്ലായിടത്തും പോകാൻ തുടങ്ങി പാവം. അദ്ദേഹം എല്ലാ രോമകവും പുകച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇതിലും ഭേദം അടിയാന്ന് പറഞ്ഞു, ഇതിലും ഭേദം ചാട്ടവാറിനടിയാണ്. എന്നാൽ പിന്നെ ഇനി ചാട്ടവാറിന് മുളക് വീഴ്ച ഉടനെ രാജാവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ മുളക് തിന്നുന്നില്ല, അത് ഭയങ്കര എരിവാണ്, ഞാൻ 100 ചാട്ടവാറിനടി കൊണ്ടോളാം എന്ന് പറഞ്ഞു. ഉടനെ ചാട്ടവാറിനടി കൽപ്പിച്ചു രാജാവ്. അങ്ങനെ ചാട്ടവാറിന് തുടങ്ങി 5-8 അടി കൊണ്ടപ്പോൾ തന്നെ അത് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ഇതിലും ഭേദം എന്താ, ഇതിലും ഭേദം മുളക് തന്നെയാണ്. അങ്ങനെ അത് പിന്നെയും മുളക് തിന്നാൻ തുടങ്ങി. പിന്നെ 5-8 മുളക് വറുത്തുനിന്ന് പിന്നെ എരിയാൻ തുടങ്ങി, പുകയാൻ തുടങ്ങി. ഇനി വേണ്ട, ഇനി അടിയാൻ കൊണ്ടുള്ള അത് കുറച്ചുകൂടെ വേണം. അങ്ങനെ അവസാനമായപ്പോഴേക്കും 100 അടിയും കൊണ്ട് 100 മുളകും തിന്നു. മനസ്സിലായില്ലേ? 100 അടിയും കൊണ്ട് 100 മുളക് തിന്നു. ആ പാവപ്പെട്ട നിരപരാധിയായിട്ടുള്ള കള്ളൻ അതേ അവസ്ഥയാണെന്ന് നമ്മുടെ സംസ്ഥാനത്ത്. ഒരു വശത്ത് LDF എരിയുന്ന മുളക്, പുകയുന്ന മുളകാണ് എങ്കിൽ അപ്പുറം പുളയുന്ന ചാട്ടവാർ കൊണ്ട് നമ്മളെ അടിച്ചൊതുക്കുന്ന ഈ 2 മുന്നണികൾ സംവിധാനങ്ങളെയും തകർത്തെറിയുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇത് ഇവിടുത്തെ ഓരോ സമൂഹ ജീവികളുടെയും ഓരോ മനുഷ്യന്റെയും പ്രതിബദ്ധതയാണ്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ വിജയം എന്നുള്ളതാണ് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അതിനെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിലുള്ളത്. അതിനെല്ലാവരും തയ്യാറാകേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതേപോലെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മണ്ഡലത്തിലെ സമഗ്രമായ വികസനം. ഭാരതീയ ജനതാ പാർട്ടി വെറും ഒരു അജണ്ടയുമായിട്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് ഇറങ്ങിയതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ചില ഉറപ്പുകൾ നൽകുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒട്ടനേകം പദ്ധതികളുണ്ട്, അത് കുറെയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. ജൽജീവൻ മിഷൻ, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ജൽജീവൻ മിഷൻ പദ്ധതി. അതേപോലെ തന്നെ ഉജ്ജ്വൽ യോജന, സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വൽ യോജന. അതുപോലെ ഗ്രാമീണ സടക്ക് യോജന, ഗ്രാമീണ റോഡുകളുടെ വികസനം എല്ലാ മേഖലകളിലും. അതെല്ലാം സൗജന്യമായിട്ട് വൈദ്യുതി ഇല്ലാത്ത വീടുകൾ വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി. അത്തരത്തിലുള്ള 100 കണക്കിന് പദ്ധതികൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥി P. ശ്യാംരാജ് വിജയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരും എന്നുള്ളതാണ് ആദ്യത്തെ NDAയുടെ ഗ്യാരണ്ടി. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർഷകരുടെ അവസ്ഥ. ഇപ്പോൾ ഇവിടെ കർഷകർക്ക് ചെറിയൊരു ആശ്വാസം NDA ഗവൺമെന്റ് നൽകുന്ന 3 മാസം കൂടുമ്പോൾ 2000 രൂപ ഇടുന്ന കിസാൻ സമ്മാൻ നിധിയാണ്. അത് ചെറിയൊരു വലിയ സഹായമൊന്നുമല്ല എങ്കിലും ചെറുകിട കർഷകരെ സംബന്ധിച്ച് അത് തൽക്കാലം ചെറിയ വളമോ മരുന്നൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ ഇതെല്ലാം ഇവിടെ കർഷകർ ലഭ്യമാണ്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ പിന്നോക്കക്കാരുടെ വീടുകളുടെ, റോഡുകളുടെ, അവരുടെ താമസ പ്രദേശങ്ങളുടെ ഒക്കെ സാഹചര്യം സൂചിപ്പിച്ചു. ഇവിടെ കാടും നാടും വേർതിരിച്ചുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള, കാടും നാടും വേർതിരിച്ചുകൊണ്ടുള്ള
ഒരു സംവിധാനം മനുഷ്യന്മാർക്കും കർഷകർക്കും അവരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന, അവർക്ക് സുരക്ഷയൊരുക്കുന്ന ഒരു സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അത് സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് NDAയുടെ ഒരു ഗ്യാരണ്ടിയാണ്. ഇത് ഞങ്ങൾ നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംവിധാനങ്ങൾക്ക് കഴിയും. സംസ്ഥാനം ഞങ്ങൾ ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നിർണായക ശക്തിയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എങ്കിലും സംസ്ഥാനം ഞങ്ങൾ ഭരിച്ചാലും ഇല്ലെങ്കിലും അതിനുള്ള സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിന് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എല്ലാ ആളുകളും തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു കൊണ്ടുവരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ റാഞ്ചിക്കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ അപ്പുറം പാളയത്ത് വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ അതിനൊരു കഥ കൂടി എനിക്ക് ഓർമ്മ വരിക. നമ്മുടെ പ്രദേശത്ത് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടെന്ന് സങ്കല്പിക്കും. ആ പൂന്തോട്ടത്തിൽ നിറയെ ആ പ്രദേശമാകെ പരിമളം പരത്തുന്ന കുറെ പൂവുകൾ. ആ പൂവുകൾ തേന്നുകരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ചിത്രശലഭങ്ങളും കണ്ടിട്ടില്ല നിങ്ങൾ? ചിത്രശലഭങ്ങൾ വരും, നല്ല മനോഹരമായ ചിത്രശലഭങ്ങൾ വരും, നല്ല ഇണക്കുരുവികൾ വരും, ചെറിയ കണ്ടിട്ടില്ല, തേൻ തുമ്പികൾ വരും. ഇതെല്ലാം വന്ന് ആസ്വദിച്ച് തേൻ കുടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സ് നല്ല സുഖം, ഇത് കാണാനാണ് സുഖം. പക്ഷെ ഈ പൂക്കളിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ തേൻ തുമ്പികളും അതേപോലെ ഇണക്കുരുവികളും അതേപോലെ ചിത്രശലഭങ്ങളും ഒക്കെ മാത്രമാണ് വരിക. അല്ല, ചില കൃമികീടങ്ങളും വരും അതിനുള്ളിൽ. കണ്ടിട്ടില്ല നിങ്ങൾ? ചില കൃമികീടങ്ങൾ ഉണ്ടാവും, അത് ഈ പൂവിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംഘടനയ്ക്കിടയിൽ കയറിക്കൂടിക്കൊണ്ട് മറ്റുള്ള പാർട്ടിക്കാരോട്, ഞാൻ അത് സൂചിപ്പിച്ച ആളുകളെ പോലെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായി പ്രവർത്തിച്ച് അത്തരത്തിലുള്ള ആളുകളെ ഭാരതീയ ജനതാ പാർട്ടി കണ്ടെത്തുന്ന സമയത്ത് അവർക്ക് പുറത്തു വരേണ്ട സാഹചര്യം വരുന്നു. അവരെ മറ്റുള്ള ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള പൂവുകള് ഈ കൃമി കീടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചില ഡോസൊക്കെ കൊടുക്കും, ഇല്ലേ? പൂ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും, ഒരു മരുന്നൊക്കെ തളിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂടിയ ഡോസ് കൊടുക്കും. അപ്പോ ഞാൻ അത് സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ടെസ്റ്റ് ഡോസിൽ തന്നെയാണ് ഒരാള് പുറത്തു പോയത്. അതാണ് സൂചിപ്പിച്ചത്. കസേര കിട്ടിയില്ല, മറ്റേ കസേര കൊടുക്കാത്ത സ്വഭാവം മനസ്സിലായി. ടെസ്റ്റ് ഡോസ് കൊടുത്തു നോക്കിയത് എന്താ അവസ്ഥ? പുറത്തുപോയി, വേറൊന്നും സംഭവിക്കാണ്ട്. BJP എന്താ സംഭവിച്ചത്? അയക്കവിടെ സീറ്റ് പോയില്ല, BJP അവിടെ ജയിക്കും 100% ഉറപ്പായി, അത് സംശയം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, BJPക്കെതിരെ ഇവിടുത്തെ ഒരു പടയൊരുക്കം, എല്ലാ രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു തീവ്രമായിട്ടുള്ള ശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നു. അതിനുള്ള ഒരു ഗൂഢാലോചന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേശീയതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥി P. ശ്യാം രാജ് വിജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ പല സംഘടനാ ചുമതല വഹിച്ചിട്ടുണ്ട്. ABVPയുടെ ദേശീയ സെക്രട്ടറി എന്ന രീതിയിൽ JNUവിൽ സംഘടനാ പ്രവർത്തനം നടത്തി. നമ്മുടെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ആന്ധ്ര തെലങ്കാന പോലുള്ള 2 സംസ്ഥാനങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തി പരിചയമുള്ള രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന ചുമതലയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിലവിൽ പ്രവർത്തിക്കുന്ന ആദ്യമിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് P. ശ്യാം രാജിനെ. അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ഈ മാസം 9-ാം തീയതി വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിലെല്ലാ ആളുകളെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വന്ദേ മാതരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ അഖിൽ പ്രേമിനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന
പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ പുനത്തിൽ രാജൻ അവർകൾ, മേഖലാ സെക്രട്ടറി എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട കണ്ണേട്ടൻ, ബിജെപിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ വിജയൻ ഗോവനാവുകൾ, ജില്ലാ സെക്രട്ടറി ശ്രീ സിന്ധു ഐരവീട്ടിൽ, കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രജീഷ് അവർകൾ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ അപ്പുവേട്ടൻ, ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അമൃത് രാജ് ജോർജ്, SC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശരത് കുമാർ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ GK മാധവേട്ടൻ, ശ്രീ നിതീഷ് ലോകനാഥ്, ശ്രീ ദിലീപ്, ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സഹപ്രവർത്തകരെ, ഈ മാനന്തവാടി അങ്ങാടിയിൽ എന്നെ ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കേണ്ടതിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് സവിസ്തരം കണ്ണേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിനുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ കണ്ണേട്ടൻ ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന ഈ ഏപ്രിൽ മാസം 9-ാം തീയതി 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, വിശിഷ്യ വയനാട്ടുകാർക്കും. കാരണം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി ഈ കേരളത്തിന്റെ ഭരണം കൈയാളുന്ന ഇടതു വലതു മുന്നണികൾ ഒരു ഭാഗത്തും, കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ ഭാരതത്തെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മറുഭാഗത്തുമായിട്ടാണ് ഇത്തവണ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പരസ്യ വാചകം, UDF-ഉം LDF-ഉം രണ്ടല്ല, അവരൊന്നാണ്. ഈ കാര്യം പൊതുസമൂഹത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഹോൾഡിങ്സുകളും പത്രപരസ്യങ്ങളും ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA മുന്നണിയുടെ ഒക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുമ്പോ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നേരത്തെ കണ്ണേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിലെ മതേതര രാഷ്ട്രീയ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും ഈ 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് എന്താണ്? കഴിഞ്ഞ 10 ദിവസമായിട്ട് കേരളത്തിന്റെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരു മതതീവ്രവാദ സംഘടനയെ കുറിച്ചാണ്. SDPI എന്ന് പറയുന്ന മതതീവ്രവാദ സംഘടനയെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ കേരളത്തിലെ പത്രമാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നത്. എന്തിന്റെ പേരില്? 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ SDPI പരസ്യമായിട്ട് പറയുന്നു, ഞങ്ങൾ CPM-നെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന്. സ്വരാജിനെ പോലെ ഒക്കെയുള്ള ആളുകള് തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പില് തോറ്റു കഴിയുമ്പോ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഒരു മതതീവ്രവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സ്വരാജിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ നിലപാട് അതെപ്പോഴാണ് ഇവർ പറയാറ്? ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് തോറ്റാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തൊന്നും നടക്കാനിരിക്കാത്ത ഒരു സമയത്ത് മാത്രമാണ് ഇത്തരം നിലപാടുകൾ CPM-ന്റെ ആളുകൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള രാജ്യത്ത് നിരോധിക്കപ്പെട്ട അവരുടെ ആശീർവാദത്തോടുകൂടി പ്രവർത്തിക്കുന്ന SDPI എന്ന് പറയുന്ന മതതീവ്രവാദ സംഘടന CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നാണവുമില്ലാതെ ആ പിന്തുണ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെയും CPM-ന്റെയും ആളുകൾ തയ്യാറാവും. ആലോചിച്ചു നോക്കണം നിങ്ങൾ.
ഇത്ര മതേതരത്വം പറയുന്ന വലിയ തീവ്രവാദത്തിനെതിരെ വലിയ വായിൽ സംസാരിക്കുന്ന CPM-ന്റെ ആളുകള് ഉളുപ്പും മാനവും അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ SDPI-യുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. മറ്റൊരു കൂട്ടരാര് കോൺഗ്രസിന്റെ ആളുകൾ ഇത്രയും കാലം രഹസ്യമായിട്ടായിരുന്നു, പരസ്യമായി മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ വോട്ട് ഒരു ഉറപ്പുമില്ലാതെ അവരുടെ പിന്തുണ നിരുപാധികം സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. നിരുപാധികമായി കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് UDF-ഉം LDF-ഉം രണ്ടല്ല, അവരൊന്നാണ്. കാരണം മതതീവ്രവാദ സംഘടനകളെ തങ്ങളോടൊപ്പം ചേർക്കുന്ന കാര്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. SDPI-യെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറാവുന്നു, അല്ല CPM തയ്യാറാവുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറാവുന്നു. ഈ രീതിയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്കും സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ കണ്ണാട്ടാൻ പറഞ്ഞതുകൊണ്ട് മാനന്തവാടിയെ കുറിച്ച്, വയനാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9-ാം തീയതി നിങ്ങളുടെ ചുണ്ടുവിരലിൽ മഷി പൊറുകുമ്പോ, നിങ്ങൾ നിങ്ങളുടെ രാജാധികാരം ഉപയോഗിക്കുമ്പോ ചില കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്തതിനു ശേഷം മാത്രം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രകടന പത്രികകളിലും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികകളിൽ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വയനാടിന്റെ വികസനം വലിയ രീതിയിൽ ത്വരിതപ്പെടുത്തുന്ന പൂഴിത്തോട് ബദൽപാത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇത്തവണയും കോൺഗ്രസുകാരനും CPM-കാരനും ഒക്കെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലും മാനന്തവാടിയിലൊക്കെ വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂഴിത്തോട് ബദൽപാത നടപ്പിലാക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നാട്ടിലെ കോൺഗ്രസുകാരനോടും ഇന്നാട്ടിലെ CPM-കാരനോടും വളരെ വിനയത്തോട് കൂടിയിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, എത്ര കാലമായടോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇതേ കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയിട്ട്? പൂഴിത്തോട് ബദൽപാത നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 1984-ലാണ് പൂഴിത്തോട് ബദൽപാതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മ സമിതി രൂപീകരിക്കപ്പെടുന്നത്. ആ 1984 മുതൽ 2026 എത്തി നിൽക്കുമ്പോ എത്ര തവണ ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചു? എത്ര തവണ കോൺഗ്രസ് ഭരിച്ചു? VS അച്യുതാനന്ദന്റെ നേതൃത്വത്തില്, EK നായനാരുടെ നേതൃത്വത്തില്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തില് നിങ്ങളൊക്കെ മാറി മാറി ഈ കേരളം ഭരിച്ചിട്ട് ഈ മാനന്തവാടിയിൽ നിന്ന് കോൺഗ്രസിന് എത്ര MLA-മാരുണ്ടായി? CPM-ന് എത്ര MLA-മാരുണ്ടായി? എന്തേ നിങ്ങൾക്ക് വയനാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പൂഴിത്തോട് ബദൽപാതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറുവില അനക്കാൻ വേണ്ടി സാധിക്കാത്തത്? ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസുകാരനും CPM-കാരനും സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്ത് വെക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ തലയ്ക്ക് അവർക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട്, അതിന്റെ മുമ്പ് ആ പരിപാടിയില്ലായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക്, കഴിഞ്ഞ 12 വർഷമായിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു കേന്ദ്രത്തില്. CPM-ന്റെ പിന്തുണയോട് കൂടിയിട്ട് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ പൂഴിത്തോട് ബദൽപാതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കാത്ത ആളുകൾ ഈ തെരഞ്ഞെടുപ്പിലും വയനാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആ ആവശ്യവുമായിട്ട് മുമ്പോട്ട് വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കുറ്റം പറയുന്ന ഇവിടുത്തെ CPM-കാരനോടും കോൺഗ്രസുകാരനോടും ഞങ്ങൾ ചോദിക്കട്ടെ, തുരങ്കപാതയ്ക്ക് നിങ്ങൾ അനുമതി മേടിച്ചില്ലേ? തുരങ്കപാതയ്ക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു താല്പര്യത്തിന്റെ 100-1 താല്പര്യം ഈ പൂഴിത്തോട് ബദൽപാതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഒരു താല്പര്യം എടുക്കാൻ ഇവിടുത്തെ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ ഈ പദ്ധതി എന്നെ നടപ്പാക്കാൻ പറ്റുമായിരുന്നു. കാരണം തുരങ്കപാത 3000 കോടിയുടെ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് വാതായനം തുറന്നു കിട്ടുന്ന ഒരു പദ്ധതിയാ. അതുകൊണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നീക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് മേടിക്കേണ്ട എല്ലാവിധ പേപ്പറുകളും വളരെ പെട്ടെന്ന്
നമ്മുടെ കേന്ദ്രമന്ത്രി നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയും നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നു. റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പൊതുസമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. നമ്മുടെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ വേദിയുടെ മുൻവശത്തേക്ക് കടന്നു നിൽക്കേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയും നമ്മുടെ ഏറ്റവും ആരാധ്യനായ സ്ഥാനാർത്ഥി ശ്രീ ശ്യാംരാജ് അവർകളും ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. മുഴുവൻ ആളുകളും ആ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് വേദിക്ക് മുൻവശത്തേക്ക് മാറിയിരിക്കേണ്ടതാണ്. बोलो भारत माता के, बोलो भारत माता के, स्वागतम सुस्वागतम, स्वागतम सुस्वागतम. വന്ദേ മാതരം. വന്ദേ മാതരം. ദേവിക ജയദാസ്. വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ധ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗദാം വരദാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. സ്വാഗത ഭാഷണം കെ മോഹൻദാസ്, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, ഭാരതീയ ജനതാ പാർട്ടി അഥവാ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി ശ്യാംരാജ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള പൊതുപരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പട്ടികവർഗ മോർച്ചയുടെ ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പള്ളിയറ മുകുന്ദൻ അവറുകളാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് സഹമന്ത്രി ശ്രീ ദുർഗാദാസ് ഉയ്കേജി അവറുകളാണ്. അദ്ദേഹത്തെ മാനന്തവാടിക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.
അദ്ദേഹത്തെ ഹാരമണിയിക്കുന്നതിനു വേണ്ടി മണ്ഡലം പ്രസിഡന്റും മണ്ഡലത്തിന്റെ ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. മതി. പട്ടികവർഗ മോർച്ചയോട് ഉപകാരം. പട്ടികവർഗ മോർച്ചയ്ക്ക് വേണ്ടി ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പള്ളിയറ മുകുന്ദൻ അവരുകളെ ക്ഷണിക്കുന്നു. എസ് ടി മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷൻ പരമ്പരാഗതമായിട്ടുള്ള അമ്പും വില്ലും നൽകിക്കൊണ്ട് വയനാട് ജില്ലയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. തലക്കര ചന്തുവിന്റെ ഛായാചിത്രമാണ് പള്ളിയറ മുകുന്ദേട്ടൻ ബഹുമാന്യായ മന്ത്രിക്ക് നൽകുന്നത്. വനവാസി മക്കളെ പാരമ്പര്യ ആയുധമെടുത്തുകൊണ്ട് വീരപഴശ്ശിയോടൊപ്പം തീത്തുപ്പുന്ന ബ്രിട്ടീഷ് പീരങ്കികളെ നേരിട്ട കുറിച്യപ്പടത്തലവന്റെ ഛായാചിത്രം. അമ്പും വില്ലും നൽകിക്കൊണ്ട് പട്ടികവർഗ മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കേളു അത്തിക്കൊല്ലി അവരുകൾ മിനിസ്റ്റർക്ക് കൊടുത്തുകൊണ്ട് മുട്ടുപോരെ മറ്റത് അഥവാ വിട്ടുപോയാലേ അത് കുഴപ്പമില്ല. ഈ വേദിയിലേക്ക് മാനന്തവാടി മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി പി ശ്യാംരാജ് അവറുകൾ അദ്ദേഹത്തെയും ഈ മഹനീയ വേദിയിലേക്ക് മാനന്തവാടിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വയനാട് ജില്ലയിലെ പാർട്ടിയുടെയും ആദിവാസി സംഘത്തിന്റെയും ജനസംഘകാലം മുതൽ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ പള്ളിയറ രാമേട്ടനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പുനത്തിൽ രാജേട്ടൻ, അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ അധ്യക്ഷ ശ്രീമതി സുമാരാമൻ, മണ്ഡലത്തിന്റെ പനവൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശശിമോൻ, പാർട്ടിയുടെ ജില്ലയുടെ ഉപാധ്യക്ഷൻ ശ്രീ വിജയൻ കോവണ, എസ് ടി മോർച്ചയുടെ അധ്യക്ഷൻ ശ്രീ കേളു അത്തിക്കൊല്ലി, മോർച്ചയുടെ കർഷക മോർച്ചയുടെ പ്രസിഡന്റായിട്ടുള്ള പ്രജേഷ്, യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അഖിൽ പ്രേം, മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മകേഷ് വാളാട്, മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീ ലക്ഷ്മി കക്കോട്ടറ, എസ് സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശരത്ത്, അതുപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിട്ടുള്ള ശ്രീ ജയേന്ദ്രൻ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പൊരിഞ്ഞ വെയിലത്തും ചൂടത്തും ഈ പരിപാടി ശ്രമിക്കാനും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഈ മഹനീയ സദസ്സിലേക്ക് ഹൃദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പട്ടികവർഗ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഇൻചാർജ് കൂടിയായിട്ടുള്ള ശ്രീ പള്ളിയറ മുകുന്ദനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ഈ പരിപാടി ഉദ്ഘാടനം എത്തിയിട്ടുള്ള പട്ടികവർഗ വകുപ്പ് മന്ത്രി ദുർഗാദാസ് ജി, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പി ശ്യാംരാജ് ജി, അതുപോലെ നമ്മുടെ മുതിർന്ന നേതാവുമായ പള്ളിയറ രാമേട്ടൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇതിന് കൺവീനറുമായ കെ മോഹൻദാസ്, 10 ജി, അതുപോലെ പുനത്തൽ രാജേട്ടൻ, അതുപോലെ നമ്മുടെ മുതിർന്ന നേതാവുമായ പള്ളിയറ രാമേട്ടൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇതിന് കൺവീനറുമായ കെ മോഹൻദാസ് ജി, അതുപോലെ പുനത്തൽ രാജേട്ടൻ, അതുപോലെ നമ്മുടെ മുതിർന്ന നേതാവുമായ പള്ളിയറ രാമേട്ടൻ, BJPയുടെ
BJPയുടെ മണ്ഡലം പ്രസിഡന്റുമാർ ശശിമോൻ, സുമാരാമൻ, അതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ പ്രേം, കണ്ണങ്കണിയാരം, അതുപോലെ SC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കേളുവട്ടൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി, മോർച്ചയുടെ കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ പ്രജീഷ്, മഹേഷ് ബാളാട്, വിജയൻ കൂവണ, ജയചന്ദ്രൻ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, കേരളത്തിന് ഒരു മാറ്റത്തിന് വേണ്ടി തുടക്കം കുറിക്കുവാൻ, കേരളത്തിൽ BJP അധികാരത്തിൽ കയറുവാനുള്ള സാഹചര്യം 2026 തെരഞ്ഞെടുപ്പിൽ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മാനന്തവാടിയിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അടുത്ത ഈ 2026 ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കേന്ദ്രമന്ത്രി വരുന്നത് കേരളത്തിലെ വികസനമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ സർക്കാർ നടപ്പിലാക്കിയുള്ള വികസന പദ്ധതികൾ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ മുഴുവനും പേര് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. കൃത്യമായ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയുള്ള പദ്ധതികളും കേരളത്തിൽ കൊടുത്തിട്ടുള്ള പദ്ധതികളും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഇവിടെ നിന്ന് MLA ഉണ്ടാക്കുവാനും അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നമുക്കൊരു മന്ത്രിയെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. നമുക്കറിയാം മാനന്തവാടിയിലെ വികസനം എന്താണെന്ന് അറിയാം. കൃത്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജുടെ അവസ്ഥ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നിങ്ങളൊന്ന് വികസനം, കേരളത്തിലെ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരുടെ വികസനമാണ്. നിങ്ങൾക്കറിയാം, മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഹൈവേ ഇവിടുത്തെ മന്ത്രി പറയുന്നുണ്ട് ആ ഹൈവേ ഞങ്ങളതാണെന്ന് പറയുമ്പോൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനമാണെന്ന്. നിങ്ങൾക്ക് നാട്ടിലേക്ക് സന്ദർശിച്ചാൽ കൃത്യമായി ഹൈവേയുടെ കൃത്യമായി അറിയാൻ കഴിയും. അത്രയ്ക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഒന്നും ചെയ്യാത്ത ഗവൺമെന്റായി CPM മാറിയിരിക്കുകയാണ്. അതിനൊരു മാറ്റം വേണമെന്നുള്ള ആവശ്യം കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുവാനും ആ സാഹചര്യം ഉണ്ടാക്കുവാനും ഇവിടുത്തെ ഓരോരോ ജനങ്ങളും കൃത്യമായി അത് പാലിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി വോട്ടാക്കി മാറ്റുവാൻ ഇവിടുത്തെ ജനങ്ങൾ സാമ്രാജ്യത്തിന് വോട്ട് ചെയ്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പ്രിയമുള്ളവരെ, ഈ വികസനം കൊണ്ടുവരുവാൻ ഒരു 15 വർഷത്തിലേക്ക് കടക്കുന്ന മോഡി സർക്കാർ വികസനമാണ് നിങ്ങൾക്ക് ഓരോരുത്തരും കാണാൻ സാധിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഭരിച്ചിട്ടുള്ള 10 വർഷം CPM ഭരിച്ചിട്ടുള്ള ഒരു വികസനം പോലും മാനന്തവാടി ടൗണിലേക്ക് കാണാൻ സാധിച്ചില്ല. മാനന്തവാടി വികസനം എവിടെയെന്ന് ഞാൻ ഇവിടുത്തെ MLA-യോടും മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രയ്ക്കും ഗതിയായിട്ട് പാവപ്പെട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമായി മാനന്തവാടി മണ്ഡലത്തിൽ കൃത്യമായിട്ട് പോലും ചെയ്യാൻ കഴിയാത്ത 2 മന്ത്രിമാർ ഇവിടെ പട്ടികവർഗ മന്ത്രിമാരുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് വയനാടിന് വേണ്ടി ചെയ്തു, എന്താണ് മാനന്തവാടിക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ഈ തവണ എന്ത് വില കൊടുത്തായാലും സാമ്രാജ്യനെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സമയം വൈകിയതുകൊണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി, കേന്ദ്രമന്ത്രി ദുർഗാദാസിയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. I would like to invite Shri Durgadas Uike, Honorable Union Minister, Tribal Affairs of India, to inaugurate this meeting. इसको खोल दे रहे हैं, इसको
श्याम आत्मीय भाइयों बहनों, आप लोगों से विनम्र प्रार्थना है कि एक बार मातृभूमि के चरणों में जयकारे के दो स्वर जोड़ें। എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഒരു തവണ ഭാരതമാതാവിന്റെ ജയ് വിളിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസംഗം ആരംഭിക്കാം. भाइयों बहनों, भाइयों बहनों, मकान, दुकान, खेत, खलियान सब माँ की गोदी में खड़ा है। मंदिर, मस्जिद, गिरजाघर, गुरुद्वारे सब माँ की गोदी में खड़े हैं। सारी पावन पवित्र नदियां इसी माँ की गोदी में प्रवाहित होती है। പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആദ്യമായി വിശ്വാസത്തിന്റെയും മസ്ജിദിന്റെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ പുണ്യഭൂമിയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ആ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. सोना, चांदी, हीरा, मोती, जवाहरात सभी माँ की गोदी से मिलता है। भाइयों बहनों, एक दिन मुट्ठी भर राख और मुट्ठी भर मिट्टी में इसी माँ की गोदी में हर व्यक्ति समा जाता है। इतना कुछ देने वाली ये धरती माता, ये कपड़े जो अपन ने पहन रखे हैं, ये धरती माँ ने बड़ी कृपा की है। कपास अगर वो नहीं देती तो ये कपड़े अपने को नहीं मिलते। എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൂമി മാതാവ് നമ്മളൊക്കെ ഇവിടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ഭൂമി മാതാവാണ് നമുക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം, എല്ലാ സൗഭാഗ്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി മാതാവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. आइए भाइयों बहनों, ऐसी करुणामयी धरती माता के चरणों में जयकारे के दो पुष्प अर्पित करने हैं। पर शर्त एक है। शर्त क्या है? कि बंधी हुई मुट्ठी से जय बोला जाता है। अपने पूर्वजों ने कहा है कि बंधी हुई मुट्ठी लाख की, खुली मुट्ठी खाक की। നമ്മുടെ പൂർവജന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉയർത്തിപ്പിടിച്ച ചുരുട്ടിയ മുഷ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയുടേതാണ്, തുറന്നു പിടിച്ച മുഷ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ താഴ്ചയുടേതാണ്. आइए भाइयों बहनों, भारत माता की ജയ്. बहुत सारे भाइयों ने हाथ नहीं उठाया है। ഒരുപാട് പേര് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ടില്ല, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം. कोई एक गिलास पानी पिलाता है तो उसको अपन धन्यवाद कहते हैं। इतना कुछ देने वाली ये धरती माता, उसके जय बोलने में कोई परेशानी नहीं होनी चाहिए। നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ആളുകൾക്ക് വരെ നമ്മൾ നന്ദി പറയാറുണ്ട്. ഇത്രയധികം നമുക്ക് വിഭവങ്ങൾ തരുന്ന നമ്മുടെ ഭാരതമാതാവിനെ, അമ്മയ്ക്ക് നന്ദി ജയകാരം മുഴക്കാൻ വേണ്ടി നമ്മൾ മടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല. भारत माता की ജയ്. भारत माता की ജയ്. वंदे മാതരം, वंदे। മാതരം. आपका बहुत बहुत धन्यवाद भाइयों बहनों। आज मेरा सौभाग्य है कि आज केरलम राज्य के विधानसभा मानंतवाड़ी के इस गांधी पार्क में मुझे आने का सौभाग्य मिला। मैं मंत्री के रूप में नहीं, मैं अपने भाई और बहनों से मिलने के लिए यहां पर आया हूं। भाइयों बहनों, मैं मध्य प्रदेश कि जनजाति क्षेत्र से मैं लोकसभा का सांसद हूं और आदरणीय नरेंद्र मोदी जी ने जनजाति मंत्रालय का मुझे मंत्री इस नाते पूरे देश भर के 12.5 करोड़ हमारे जनजाति समाज के भाई और बहनों की सेवा का मुझे अवसर दिया है।
പ്രിയപ്പെട്ടവരെ, ഈ മാനന്തവാടിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള സൗഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യം തന്നെ എന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ഞാനിവിടെ ഒരു മന്ത്രിയായിട്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ കൂടി നിൽക്കുന്ന ഒരാൾ, ജനങ്ങളുടെ ഒരു സഹോദരനായിട്ട് തന്നെയാണ് ഇന്ന് ഈ മാനന്തവാടിയിൽ വന്നിട്ടുള്ളത്. ഞാൻ മധ്യപ്രദേശിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിനായിട്ട് സംവരണം ചെയ്തിട്ടുള്ള ഒരു മണ്ഡലത്തിലെ മന്ത്രിയാണ്. ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി എന്നെ മന്ത്രിയാക്കി 12.5 കോടിയോളം വരുന്ന ഈ രാജ്യത്തെ പട്ടികവർഗ ജനതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ വേണ്ടി പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രിയായി എന്നെ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. भाइयों बहनों, ये इतने ही हमारे आदिवासी भाई बहन नहीं हैं। भारत में 12.5 करोड़ जनजाति समाज के भाई बहन रहते हैं। अपन सब एक ही परिवार के हैं, एक ही परिवार के हैं। ये भाव हमारे भीतर आना चाहिए. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ആളുകൾ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിലുടനീളം 12.5 കോടിയോളം വരുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്. ആ ഒരു ഭാവവും ചിന്തയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. आज हमारे बीच में भारतीय जनता पार्टी के प्रत्याशी सम्मानित श्री श्यामराज जी मंच पर है और आज हिंदी का वो ट्रांसलेशन करके मेरी भावनाओं को आप तक पहुंचा रहे हैं. भाइयों बहनों, एक बार श्यामराज जी को तालियां बजाकर आप आशीर्वाद देने की आप सभी कृपा करें. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാനന്തവാടിയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പി ശ്യാംരാജ് ഉണ്ട്. ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന വികാരങ്ങളെ നിങ്ങളിലേക്ക് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പകർന്നു നൽകുന്നത് ശ്യാംരാജാണ്. എല്ലാവരും, അത് ഞാൻ തന്നെ പറയണ എങ്ങനെയെന്ന് അറിയില്ല, എല്ലാവരും ശ്യാംരാജിന് വേണ്ടി കൈകൾ അടിക്കുക. भाइयों बहनों, हमारे बीच में भारतीय जनता पार्टी के हमारे पिता तुल्य, हमारे ज्येष्ठ आदरणीय श्री कानन कन्हैया राम जी मंच पर आसीन है. एक बार जोरदार इनका भी तालियां बजाकर अभिनंदन करें. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിൽ നമ്മുടെ പിതൃതുല്യനായിട്ടുള്ള ശ്രീ പള്ളിയറ രാമേട്ടൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും വളരെ വലിയ രീതിയിലുള്ള കയ്യടികൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചാലും. हमारे बीच में श्री मोहनदास जी इस विधानसभा क्षेत्र के संयोजक हैं, जिनके कुशल प्रेरक नेतृत्व में यह विधानसभा जीतकर और भाई श्यामराज जी को अपने को विधानसभा में पहुंचाना है, ये दायित्व इनके कंधों पर है. वे भी मंच पर आसीन हैं. ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ ശ്രീ മോഹൻദാസ് ജി ഉണ്ട്, നമ്മുടെ കൺവീനറായിട്ട്. ശ്യാംരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ടുള്ള ചുമതല കൂടി തോളിലേറ്റിയിട്ടുള്ളത് ശ്രീ മോഹൻദാസ് ജിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്. अपने बीच में श्री मुकुंद पल्ली आरा जी, इस विधानसभा क्षेत्र के प्रभारी. हमारे बीच में श्री पल्ली आरा रमन जी, श्री सजी शंकर जी, के सदानंदन जी, श्री विल्फ्रेड जोस जी, पुनतिल राजन जी, श्री शेष राशि जी, श्री शैसीमैन एम.के. जी, विजयन कुवाना जी, श्री केलू अथिम कोली जी, एडवोकेट अमृतराज जार्ज जी, प्रजेश के.एम. जी, अखिल प्रेम सिंह जी, महेश वालद जी. और आज के इस कार्यक्रम में भाइयों बहनों, पूरे विधानसभा क्षेत्र से पधारे हमारे आत्मीय भाई और देवी स्वरूपा, शक्ति स्वरूपा हमारे परिवार की सभी बहनें. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ ശ്രീ പള്ളിയറ രാമേട്ടൻ, ശ്രീ സജി ശങ്കർ, ശ്രീ കെ സദാനന്ദൻ, ശ്രീ വിൽഫ്രഡ് ജോസ്, ശ്രീ പുനത്തിൽ രാജൻ, ശ്രീമതി സുമാരാമൻ, ശ്രീ ശശിമോൻ എം.കെ., ശ്രീ വിജയൻ കൂവണ, ശ്രീ കേളു വത്തിക്കൊല്ലി, അഡ്വക്കേറ്റ് അമൃതരാജ്, ശ്രീ പ്രജീഷ് കെ.എം., അഖിൽ പ്രേം, മഹേഷ് വാളാൻ, ലക്ഷ്മി കക്കോട്ടറ, ശരത് കുമാർ തുടങ്ങി ഇവിടെ നമ്മുടെ ശക്തി സ്വരൂപികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരടക്കമുള്ള നിരവധി ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. भाइयों बहनों, सर्वप्रथम आस्था और विश्वास की पावन पवित्र भूमि को सादर प्रणाम करता हूं. मैं आज विधानसभा की मंथावाड़ी में आकर सम्मानित महसूस कर रहा हूं. जो पजहस्सी राजा की बहादुरी और तक्कल चंदू जी स्वतंत्रता संग्राम सेनानी
हमारे जनजाति समाज के, आपके चरणों में भी आज भाइयों बहनों आज इस मंच से प्रणाम निवेदित करता हूं। പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ മാനന്തവാടിയിലാണ് നിൽക്കുന്നത്. മാനന്തവാടിയിൽ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള പഴശ്ശിരാജയുടെയും അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ധീരനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള തലക്കര ചന്തുവിന്റെയും പാതാര ബിന്ദങ്ങളിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ. मैं कहूंगा भाइयों बहनों, तक्कल चंदू जी तो आप कहेंगे अमर रहे अमर रहे. ഞാൻ പറയാം, ഇവിടുന്ന് അദ്ദേഹം പറയും തലക്കൽ ചന്തു എന്ന് പറയുമ്പോൾ നമ്മൾ അമർ രഹേ എന്ന് വെച്ചാൽ ജീവിക്കുന്നു ജീവിക്കുന്നു എന്ന് നമ്മൾ പറയണം. അമർ രഹേ എന്ന് നമ്മൾ പറയണം. पूज्य तक्कल चंदू जी अमर रहे पूज्य तक्कल चंदू जी अमर रहे. भाइयों बहनों, जिन रण बाकुरों ने अब स्वतंत्रता संग्राम में अपनी प्राणों की आहुतियां दी हैं, पूरे जनजाति समाज की चेतना को झंकृत करके और राष्ट्र को पराधीनता के बंधनों से मुक्त करने में जिनने योगदान दिया है, भाइयों बहनों, उनको बड़ी गौरव और श्रद्धा के साथ में उनको याद करने की आवश्यकता है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആദിവാസി സമൂഹത്തിന്റെ വലിയ ഒരു പങ്കാണുള്ളത്. രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിപ്പിച്ച ആ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർമ്മകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. भाइयों बहनों, आज यहाँ उपस्थित सभी भाइयों और बहनों का भी अभिनंदन करता हूँ. भाइयों बहनों, केरल की पावन पवित्र भूमि पर एनडीए गठबंधन लगातार आप लोगों की कृपा से स्वीकार्यता प्राप्त कर रहा है. अधिक से अधिक भाई बहन देश के यशस्वी एवं संवेदनशील प्रधानमंत्री जी की विरासत का संरक्षण और अभिवर्धन और विकास यात्रा को पसंद कर रहे हैं और यह स्वीकार कर रहे हैं कि केवल एकमात्र एनडीए ही राज्य को विकसित राज्य बनाने की सोच रखता है तथा केरल प्रांत को पिछड़ेपन, भाई भतीजावाद, भ्रष्टाचार और तुष्टीकरण की राजनीति से बाहर निकालने का ये पावन पवित्र अवसर हमारे जनजाति समाज के भाई और बहनों के सामने आज खड़ा है. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെയൊക്കെ മനസ്സിനാൽ എൻഡിഎ സഖ്യം ഇന്ന് ഈ പുണ്യഭൂമിയിൽ വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ മഹത്വവും അതിന്റെ പാരമ്പര്യവും എല്ലാം ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള യാത്രയിൽ കൂടുതൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഇന്നാട്ടിലെ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാട്, ഇന്നാട്ടിലെ ഇതര കക്ഷികളുടെ പ്രീണനം, അഴിമതി ഇവയെല്ലാം മോചിപ്പിക്കുവാൻ കേരളത്തിലെ എൻഡിഎക്ക് കഴിയുമെന്നും അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പങ്ക് ഇവിടുത്തെ ആദിവാസി ജനവിഭാഗത്തിന് വഹിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. भाइयों बहनों, आप लोगों के अनथक परिश्रम से केरल में एक सांसद, एक मेयर, 2 नगर निगम अध्यक्षों और 32 ग्राम पंचायत अध्यक्षों के साथ एनडीए गठबंधन को विजय बनाकर जो आशीर्वाद भाइयों बहनों आप लोगों ने दिया है, तुष्टीकरण के बजाय विकास की राजनीति को महत्व दिया है, उसके लिए मैं केरल की जनता और यहाँ उपस्थित सारे मतदाता बंधुओं का मैं एनडीए की ओर से आप लोगों का अभिनंदन करता हूँ, आप लोगों का स्वागत करता हूँ. സഹോദരി സഹോദരന്മാരെ, ഇവിടുത്തെ ബിജെപി പ്രവർത്തകരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം കൊണ്ട് എൻഡിഎ സഖ്യത്തിന് ഒരു MP, 2 മേയർ, 2 മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻമാർ, 32 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ വിജയം നൽകി മുന്നോട്ടെത്തിച്ചിരിക്കുന്നു. പ്രീണനത്തിന് പകരം വികസനത്തിന് വോട്ട് ചെയ്ത കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. आत्मीय भाइयों बहनों, आगामी 9 अप्रैल को जो चुनाव होना है, यह केरल के विकास के लिए निर्णायक अवसर है. यह केवल राजनीतिक मुकाबला नहीं, बल्कि हमारी विचारधारा, हमारे मिशन और केरल के भविष्य के लिए एक निर्णायक राजनीतिक लड़ाई है. हमारी एनडीए की सरकार मानव संघर्ष को हल करने, हमारे आदिवासी भाई बहनों के लिए उचित स्वास्थ्य सेवा सुनिश्चित करने
और हमारे पहाड़ी किसानों के अधिकारों की रक्षा के लिए दृढ़ता से प्रतिबद्ध है। एनडीए के लिए एक वोट, मंथनवाड़ी के भविष्य के लिए एक वोट जरूरी है। एनडीए के लिए एक वोट, विकास और सम्मान के लिए भाइयों बहनों वोट हम सबको करना है। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വികാസത്തിനും വികസനത്തിനും വേണ്ടിയിട്ടാണ്. ഇത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷത്തിന് വേണ്ടിയിട്ടല്ല. എൻഡിഎ സർക്കാർ ആദിവാസി സമൂഹത്തിനായിട്ടും മലമുകളിൽ താമസിച്ചിരിക്കുന്ന കൃഷിക്കാർക്കുമായിട്ടുമെല്ലാം വളരെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി എല്ലാവരും എൻഡിഎയോടൊപ്പം നിലനിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. आत्मीय मित्रों, मैं केंद्र सरकार की कुछ उपलब्धियां मैं आपके सामने प्रस्तुत करना चाहता हूं। भाइयों बहनों, आर्थिक विकास की दिशा में यदि हम संक्षिप्त वैचारिक यात्रा करें तो कनेक्टिविटी और मजबूत बुनियादी ढांचा एक विकसित केरल की रीढ़ है। और इस विकास यात्रा में हमारी एनडीए सरकार ने राज्य में जितने लंबित कार्य थे जो अब निर्माण के अपने अंतिम चरण में है, उत्तर दक्षिण कनेक्टिविटी को मजबूत करके विजिडम और कोची बंदरगाहों के माध्यम से कार्गो आवाजाही में तेजी लाने, पर्यटन और उद्योग को बढ़ावा देने और राज्य भर में आईटी हब, औद्योगिक गलियारों का समर्थन करके केरलम को अब भारत का विकसित राज्य बनाने की संकल्पना के साथ में भाइयों बहनों एनडीए आगे बढ़ रहा है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശീയപാത 66 തെക്ക് വടക്കുള്ള നമ്മുടെ സംസ്ഥാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തെ ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഇതിലൂടെ ടൂറിസത്തെയും വ്യവസായത്തെയും ഉത്തേജിപ്പിക്കുകയും സംസ്ഥാനത്തുടനീളമുള്ള IT ഹബ്ബുകളെയും വ്യാവസായിക ഇടനാഴികളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇതിലൂടെ കേരളത്തിന് ധാരാളമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. सड़क संपर्क के साथ साथ हमने ऊर्जा सुरक्षा सुनिश्चित की है, जिसमें अनुमानित 3000 करोड़ रुपए की गेल कोची मंगलोर प्राकृतिक गैस पाइपलाइन के पूरा होने से केरलम राज्य को वन नेशन वन गैस ग्रिड परियोजना में सम्मिलित किया गया है। शहरी बुनियादी ढांचे को भी विकास की धारा से जोड़ा गया है। പ്രിയപ്പെട്ടവരെ, റോഡ് കണക്ടിവിറ്റിക്ക് ഒപ്പം തന്നെ നമ്മൾ ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. 3000 കോടി രൂപയുടെയാണ് കൊച്ചിയിലെ ഗെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നതും നടപ്പിലാക്കിയിരിക്കുന്നതും. ഇതിലൂടെ പ്രകൃതിവാതകം നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും നഗര അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. भाइयों बहनों, स्मार्ट सिटी मिशन के तहत 3003 करोड़ रुपए की परियोजनाएं शुरू करके पूरी की गई है, जिसमें कोची में 98 परियोजनाएं और तिरुवनंतपुरम में 79 परियोजनाएं शामिल है, जिससे गतिशीलता, सार्वजनिक स्थानों और नागरिक सेवाओं में जबरदस्त सुधार हुआ है। പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിൽ 3000 കോടി രൂപയുടെ പദ്ധതികളാണ് ആരംഭിച്ചതും പൂർത്തിയാക്കിയതും. അതിൽ കൊച്ചിയിൽ 98ഉം തിരുവനന്തപുരത്ത് 79ഉം പദ്ധതികൾ ഉൾപ്പെടുന്നു. ഇത് നമ്മുടെ പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സേവനം ഗണ്യമായി മെച്ചപ്പെടുത്തുകയുണ്ടായി. आत्मीय भाइयों बहनों, अमृत मिशन के माध्यम से 2538 करोड़ रुपए की लागत से 1018 बुनियादी ढांचा परियोजनाएं पूरी की गई है। पूरे केरलम प्रांत में सुरक्षित पानी, बुनियादी शहरी सेवाओं तथा मूलभूत सुविधाओं को भी मजबूत किया जा रहा है। പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമൃത് മിഷൻ വഴി 2538 കോടി രൂപ ചെലവിൽ 118 അടിസ്ഥാന സൗകര്യ പദ്ധതികളാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. കേരളത്തിലുടനീളം ശുദ്ധമായ വെള്ളവും അടിസ്ഥാന സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും BJP സർക്കാർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. भाइयों बहनों, विश्व के सर्वाधिक लोकप्रिय और संवेदनशील नेता आदरणीय श्री नरेंद्र मोदी जी के कुशल प्रेरक नेतृत्व में सबका साथ, सबका विकास, सबका विश्वास और सबके सामूहिक प्रयास की भावना से प्रेरित हमारा शासन अंत्योदय पर आधारित है, जिसमें समाज के प्रत्येक नागरिक तक विकास की गंगा पहुंच सके।
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാട് പ്രകാരം അന്ത്യോദയത്തിലാണ് നമ്മൾ അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളുടെയും വികാസത്തിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാന വരിയിലെ അവസാന ആളിലേക്കും വികാസവും വികസനവും എത്തുന്ന രീതിയിലാണ് നമ്മൾ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നതും. 2014 के बाद से हमारी सरकार ने कल्याणकारी योजनाओं की 100% क्रियान्वयन सुनिश्चित किया है, जिसमें बुनियादी सुविधाओं, वित्तीय सेवाओं, स्वास्थ्य, देखभाल, सुरक्षा और उत्थान के लिए हमारी सरकार ने ऐसे परिणाम दिए हैं जो प्रत्येक व्यक्ति के जीवन में खुशियां भरने की दिशा में एक महत्वपूर्ण पहल हुई है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പോലെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ ധാരാളമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. हमारे किसानों को प्रधानमंत्री किसान सम्मान निधि के माध्यम से प्रत्यक्ष सहायता प्रदान की गई है. 29 लाख किसानों के खातों में 12,980 करोड़ रुपए सीधे खाते में हस्तांतरित किए गए हैं. പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. आत्मीय भाइयों बहनों, प्रधानमंत्री आवास योजना ग्रामीण के तहत हमारे ग्रामीण क्षेत्रों में निवास करने वाले हमारे भाई और बहनों के लिए 34,388 घरों को पूरा किया गया और प्रधानमंत्री आवास शहरी के तहत 1.34 लाख घरों के साथ लाखों परिवारों तक प्रधानमंत्री आवास सहायता पहुंच गई है, जो राज्य भर में लाभार्थियों को सम्मान, सुरक्षा और स्थायी हल प्रदान करती है. പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതികൾ പ്രകാരം 4 കോടിയിലധികം വരുന്ന ആളുകൾക്കാണ് വീട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്നതിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവരുടെ വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. प्रधानमंत्री गरीब कल्याण योजना के अंतर्गत कोई भी भाई बहन देश में भूखा न रहे, इस पवित्र भावना के साथ पूरे केरलम प्रांत में 1.54 करोड़ से अधिक लाभार्थियों को भाइयों बहनों मुफ्त खाद्यान्न प्रदान कर रहे हैं. ग्रामीण परिवारों को रोजगार और आजीविका मिशन ग्रामीण के लिए विकसित भारत गारंटी के माध्यम से अधिक आय प्राप्त हो रही है, जिसमें कार्य गारंटी को 100 दिनों से बढ़ाकर 125 दिन प्रतिवर्ष कर दिया है. जल जीवन मिशन के माध्यम से 22 लाख से अधिक घरों को चालू नल के पानी के कनेक्शन प्रदान किए गए हैं. केंद्र सरकार के द्वारा स्वास्थ्य सेवाओं को मजबूत करने के लिए राष्ट्रीय स्वास्थ्य मिशन के तहत 1031 करोड़ की राशि जारी की गई है. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 2.2 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രവർത്തനക്ഷമമായ ടാപ്പ് ജല കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ 1310 മില്യൺ രൂപയും അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ 8.5 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് കാർഡുകളുമുണ്ട്. 90% കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ നൽകുന്ന 1685 പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രങ്ങളും സംസ്ഥാനത്തുടനീളം തുറന്നിട്ടുണ്ട്. केरलम राज्य में 85 लाख से अधिक परिवारों के पास 85 लाख परिवारों के पास 5 लाख रुपए का कवरेज आयुष्मान भारत कार्ड उनको प्रदान किया गया भाइयों बहनों, जिसमें राज्य भर में लगभग 1685 प्रधानमंत्री जन औषधि केंद्र खोले गए हैं, जहां हमारे गरीब भाई और बहनों को 90% सस्ती दवाएं उनको उपलब्ध हो सकें. वे बीमार हो जाए तो 5 लाख रुपए तक वो फ्री इलाज, ये 5 लाख का जो कार्ड है ये गारंटी कार्ड है भाइयों बहनों, जो हमारे भाई और बहनों के जीवन में खुशियां भरने के लिए प्रदान किए गए हैं. इस योजना के तहत पुरानी बीमारी से जूझ रहे हमारे भाई बहनों को
भारी मदद मिल रही है। കേരളത്തില് 8.5 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് കാർഡുകളുണ്ട്. 90% കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ നൽകുന്ന 1685 പ്രധാനമന്ത്രി ജന ഔഷധി കേന്ദ്രങ്ങളും ഉണ്ട്. ഈ പദ്ധതി വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ഗണ്യമായ സഹായം നൽകുന്നു. केंद्र सरकार समुद्र में जाने वाले हमारे बहादुर भाई और बहनों युवाओं के लिए सरकार दृढ़ता के साथ उनके समर्थन में खड़ी है। प्रधानमंत्री मत्स्य संपदा योजना के अंतर्गत पिछले 5 वर्षों और चालू वर्ष में केरलम प्रांत के लिए 1418 करोड़ रुपए की मत्स्य विकास परियोजनाएं दी गई हैं। अकेले पिछले दशक में हमारी सरकार ने केरलम प्रांत के लिए 1790 करोड़ रुपए की मत्स्य विकास परियोजनाएं मंजूर की है और 2024-25 तक मछली पकड़ने के उद्योग में लगे भाई और बहनों की सहायता के लिए समूचे केरल प्रांत में 12,000 से अधिक किसान क्रेडिट कार्ड जारी किए गए हैं। കടലിൽ പോകുന്ന നമ്മുടെ ധീരരായിട്ടുള്ള യുവ സഹോദരി സഹോദരന്മാരെ കേന്ദ്ര സർക്കാർ അവരോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കഴിഞ്ഞ 5 വർഷങ്ങളിലായി ഈ വർഷത്തിലടക്കം കേരള സംസ്ഥാനത്തിന് മാത്രം 1418 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ മാത്രം സംസ്ഥാനത്തിലായി 1790 കോടി രൂപയുടെ മത്സ്യബന്ധന വികസന പദ്ധതികൾക്കും നമ്മുടെ സർക്കാർ അംഗീകാരം നൽകി. 2024-25 ആകുമ്പോഴേക്കും മത്സ്യബന്ധന വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ പിന്തുണയ്ക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം 12,000-ലധികം കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. हमारी सरकार ने माताओं बहनों के कल्याण के लिए प्रधानमंत्री मातृवंदना योजना के तहत 10 लाख माताओं को कुल 444 करोड़ रुपए से अधिक की महत्वपूर्ण सहायता प्रदान की, जिससे जच्चा और बच्चा दोनों स्वस्थ रह सकें। പ്രിയപ്പെട്ടവരെ, അമ്മമാരുടെയും സഹോദരിമാരുടെയും ക്ഷേമത്തിനായി പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയ്ക്ക് കീഴിൽ 10 ലക്ഷം അമ്മമാർക്കായി 444 കോടിയിലധികം രൂപയുടെ സഹായം നൽകിയിട്ടുണ്ട്. ഇതിലൂടെ കുട്ടികളുടെയും അമ്മയുടെയും ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനായി നമ്മുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. आत्मीय भाइयों बहनों, आत्मचिंतन के लिए कुछ बिंदु मैं आपके सामने प्रस्तुत कर रहा हूं। आत्मीय भाइयों बहनों, आज केरलम प्रांत गहरे कर्ज में डूबा हुआ है। यूडीएफ के तहत सार्वजनिक कर्ज 2011-12 में लगभग 93,000 करोड़ रुपए से बढ़कर लगभग 1.6 लाख करोड़ रुपए हो गया है, जिनसे आज के राजकोषीय तनाव की नींव रख दी है। പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരള സംസ്ഥാനം വലിയ കടത്തിലാണ്. UDF ഭരണത്തിന്റെ കീഴിൽ 2011-2012 ആയപ്പോൾ ഏകദേശം 93,000 കോടിയിൽ അധികം കടങ്ങളുണ്ടായി. അതിൽ നിന്ന് 2012-2013 ഏകദേശം 93,000 കോടിയിൽ നിന്ന് 1.6 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ഇത് ഇന്നത്തെ സാമ്പത്തിക സമ്മർദ്ദത്തിന് അടിത്തറയിട്ടു. LDF ने इसे और भी खराब कर दिया है, जिससे कर्ज करीब 4.88 लाख करोड़ रुपए हो गया है। भाइयों बहनों, इसका आम नागरिकों पर कर्ज का बोझ बढ़ गया है। राज्य सरकार इसका दोष केंद्र सरकार पर देने की कोशिश करती है, जो सरासर राज्य सरकार झूठ बोलकर केरल की जनता को गुमराह करने का प्रयास कर रही है। भाइयों बहनों, लेकिन सच्चाई यह है कि भाइयों बहनों 2014 से 2024 के बीच में केरलम को 1.57 लाख करोड़ रुपए प्रदान किए गए, जो यूपीए दशक के 46,300 करोड़ रुपए से 239% अधिक है। പ്രിയപ്പെട്ടവരെ, LDF സർക്കാർ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. നമ്മുടെ കടമെന്ന് പറയുന്നത് ഏകദേശം 4.88 ലക്ഷം കോടിയായി. ഇത് നമ്മളെ പോലുള്ള സാധാരണ പൗരന്മാരുടെ കടബാധ്യത വർദ്ധിപ്പിച്ചു. ഇതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ കള്ളം പറഞ്ഞതുകൊണ്ട് കേരള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ സംസ്ഥാന സർക്കാർ? സത്യം എന്തെന്നാൽ 2014-നും 2024-നും ഇടയിൽ കേരളത്തിന് 1.5 ലക്ഷം കോടിയുടെ പണം ലഭിക്കുകയുണ്ടായി. ഇത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നൽകിയ 46,300 കോടിയേക്കാൾ ഏകദേശം 239% കൂടുതലാണ്. भाइयों बहनों,
दिसंबर 2025 में केरलम राज्य के 9.49% मुद्रास्फीति दर्ज की थी, जो देश में सबसे अधिक है, जबकि राष्ट्रीय औसत केवल 1.33 है। भाइयों बहनों, पवित्र द्वारपाल को मूर्तियों से सोने की चोरी तथा सबरीमाला की पवित्रता की रक्षा करने में एलडीएफ सरकार पूर्णतः विफल रही है। दोस्तों, പ്രിയപ്പെട്ടവരെ 2025 ഡിസംബറിൽ കേരളത്തിന്റെ പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 9%-ലധികമായിരുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സഹോദരി സഹോദരന്മാരെ, പവിത്രമായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നത് തടയുന്നതിലും ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുന്നതിലും എൽഡിഎഫ് സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. भाइयों बहनों, एलडीएफ के नियंत्रण वाले त्रावणकोर देवस्थान बोर्ड के तहत लॉर्ड अयप्पा का खजाना संस्थागत लूट का विषय बन गया। मार्क्सवादी कम्युनिस्ट पार्टी के 3 वरिष्ठ नेताओं को सोना चुराने के आरोप में गिरफ्तार किया गया था, जबकि कांग्रेस नेताओं ने इसे बेचने में मदद की थी। പ്രിയപ്പെട്ടവരെ, എൽഡിഎഫ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്നും അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ നിന്നും വരെയുള്ള പണം മോഷ്ടിക്കപ്പെട്ടു. ആ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ആ സ്വർണം മോഷ്ടിച്ചതിന് 3 മുതിർന്ന CPM നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതേസമയം കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ അത് വിൽക്കാൻ ശ്രമിച്ചവരുടെ ഒപ്പമാണ് ഉള്ളതും. आपको पता हो कि मार्क्सवादी कम्युनिस्ट पार्टी के शीर्ष नेता जेल में हैं और मुख्य आरोपी की श्रीमती सोनिया गांधी के साथ फोटो खिंचवाए गए हैं, जो सबके सामने भाइयों बहनों स्पष्ट है। പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ജയിലിലാണ്. പക്ഷേ അതിലെ പ്രധാന പ്രതി കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിയോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ സത്യമെന്തെന്ന് വ്യക്തമാണ്. राज्य सरकार इस मामले को सीबीआई को सौंपने से इनकार क्यों कर रही है? वे अपने ही नेताओं को बचाने और इस साजिश की गहराई को छिपाने के लिए केंद्रीय जांच को रोक रहे हैं। പക്ഷേ ഈ കേസ് CBIക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുവാനും അവരുടെ ഗൂഢാലോചനയുടെ ആഴം മറച്ചു വെക്കുവാനുമാണ് അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എതിർക്കുന്നതും. भाइयों बहनों, इस सरकार ने लगातार लाखों लोगों के विश्वास पर हमला किया है। हम 2018 की घटनाओं और जबरन महिलाओं के प्रवेश को नहीं भूले हैं, जो सबरीमाला के रीति रिवाजों और परंपराओं पर सीधा हमला था। പ്രിയപ്പെട്ടവരെ, എൽഡിഎഫ് സർക്കാർ ഇവിടുത്തെ ഖജനാവ് കൊള്ളയടിക്കുന്നതിനപ്പുറം ഭക്തരുടെ വിശ്വാസവും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നതാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തെ ഈ സർക്കാർ നിരന്തരം ആക്രമിച്ചിട്ടുണ്ട്. 2018 ശബരിമലയിലെ സംഭവങ്ങളും ശബരിമലയിലെ ആചാര്യങ്ങൾക്കും പാരമ്പര്യത്തിനും നേരെയുള്ള ആക്രമണങ്ങളും സ്ത്രീകളുടെ നിർബന്ധിത പ്രവേശനവുമൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. यही उदासीनता सबरीमाला में विनाशकारी भीड़ प्रबंधन में स्पष्ट थी, जहां खराब समन्वय और प्रशासनिक उदासीनता ने हजारों अयप्पा भक्तों को फंसा दिया और पीड़ित कर दिया। इस एलडीएफ ने ग्लोबल अयप्पा संगमम को भी नहीं बख्शा। भाइयों बहनों, ശബരിമലയിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും ശബരിമലയിലെ ഭക്തരെ ഏകോപിപ്പിക്കുന്നതിനും കാര്യമായിട്ടുള്ള അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെയും ഈ സർക്കാർ വലിയ കൊള്ള നടത്തുവാനാണ് ശ്രമിച്ചിരുന്നതും. मित्रों, एक आध्यात्मिक सभा के बजाय एलडीएफ ने इस वित्तीय अनियमितताओं और संस्थागत लूट के लिए एक और स्थान में बदल दिया। केरल उच्च न्यायालय के त्रावणकोर देवस्थान बोर्ड टीडीबी के वित्तीय अनुशासन को स्तर से कम के रूप में उजागर किया है। ഒരു ആത്മീയ സമ്മേളനം നടത്തുന്നതിന് പകരം എൽഡിഎഫ് സർക്കാർ അതിനെ ഒരു കൊള്ളയ്ക്കും അഴിമതിക്കുമുള്ള ഒരു കാരണമാക്കിയാണ് ആഗോള അയ്യപ്പ സംഘത്തെ മാറ്റിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കത്തിൽ കുറിച്ചുപോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരാമർശിക്കുകയുണ്ടായി. भाइयों बहनों, एलडीएफ और यूडीएफ के भ्रष्टाचार को कैसे संस्थागत बनाया, उसके 2-4 बिंदु आपके सामने प्रस्तुत कर रहा हूं। एलडीएफ और यूडीएफ दोनों ने केरलम को संस्थागत भ्रष्टाचार के चक्र में ले जाया गया, जहां सार्वजनिक कार्यालय व्यक्तिगत लाभ का एक उपकरण बन गया है। एलडीएफ ने तहत घोटाले शीर्ष पर पहुंच गए हैं,
जिसमें सोना तस्करी मामला और सीएम आरएल पे आप घोटाला शामिल है, जहां मुख्यमंत्री की बेटी को कथित तौर पर बिना किसी सेवा के 1.73 करोड़ रुपए का भुगतान किया गया था। പ്രിയപ്പെട്ടവരെ, മാറി മാറി വന്നിരുന്ന സംസ്ഥാന സർക്കാരുകൾ അഴിമതിക്ക് കൂട്ടുനിന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളടക്കം സ്വർണ്ണ കേസുകളിൽ അവിടെ പ്രതിയാക്കപ്പെട്ട് പ്രതി എന്ന രീതിയിൽ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. आत्मीय मित्रों, सौर घोटाला जिसमें तत्कालीन मुख्यमंत्री कार्यालय शामिल था, बार रिश्वत घोटाला, पलारी वट्ट ब्रिज घोटाला, पामोलिन तेल आयल घोटाला, अनसुलझे भ्रष्टाचार, रिश्वत और सांठगांठ सौदों की संस्कृति को उजागर करता है। 10 को बीत गए भाइयों बहनों, सरकारें बदली, गठबंधन घूमते रहे, फिर भी भ्रष्टाचार स्थिर रहा और उसकी कीमत केरलम के भाई और बहन चुका रहे हैं। എന്റെ പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ വലിയൊരു അഴിമതിക്കാണ് കൂട്ടുനിന്നിരുന്നത്. നിരവധിയായിട്ടുള്ള അഴിമതിയിൽ കൂടി അഴിമതി കൈക്കൂലി ഒത്തുവഴിയിൽ കൂടിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോവുകയുണ്ടായി. കേരള ജനത അതിന്റെ വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. आत्मीय मित्रों, केरल में युवा बेरोजगारी लगभग 30% है, जिससे लगभग 2.5 लाख युवाओं को राज्य छोड़ने के लिए मजबूर होना पड़ता है। हमारे भविष्य की पीढ़ी दर पीढ़ी को दूर धकेला जा रहा है। भाइयों बहनों, എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏകദേശം 30%. ഇത് ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന യുവാക്കളെ സംസ്ഥാനം വിട്ടുപോകാൻ നിർബന്ധിതരാക്കുന്നു. നമ്മുടെ യുവാക്കളുടെ ഭാവിയും അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. मित्रों, बहुत सारे मुद्दे हैं, किंतु मैं इस विधानसभा जिसका चुनाव होने वाला है, एक तरफ इस विधानसभा के प्रत्याशी खड़े हैं और दूसरे तरफ आपका बेटा, आपके परिवार का जनजाति मंत्रालय का मंत्री, आपके परिवार का सांसद आपके सामने हैं। भाइयों बहनों, स्थानीय जो मुद्दे हैं उस पर ध्यानाकर्षण मैं करना चाहता हूं। रुका हुआ विकास और घोर उपेक्षा, वायनाड मेडिकल कॉलेज की घोषणा कागजों तक ही सीमित रह जाती है, जिससे जिला अस्पताल में सुविधाओं में गिरावट आती है और मरीजों को इलाज के लिए कोझिकोड मेडिकल कॉलेज पर निर्भर रहने के लिए मजबूर होना पड़ता है। केंद्र सरकार द्वारा पुरकटेरी, कोट्टियाडी, मनंतवाडी, कोट्टा ग्रीनफील्ड राजमार्ग के लिए 7,134 करोड़ रुपए मंजूर करने के बावजूद विधायक और राज्य सरकार की उदासीनता के कारण यह परियोजना रुकी हुई है। भाइयों बहनों, रुकी हुई है। എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ LDF-ഉം UDF-ഉം ഒരുപോലെ നമ്മുടെ വയനാട് ജില്ലയെ അവഗണിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് എന്ന് മാത്രം പേരുമാറ്റി നിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് തുടങ്ങുന്ന പുറക്കാട്ടേരി, മാനന്തവാടി, കുട്ട ഗ്രീൻഫീൽഡ് ഹൈവേ കേന്ദ്ര സർക്കാർ 7,134 കോടി രൂപ അനുവദിച്ചിട്ടും ഇവിടുത്തെ MLA-യുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിസ്സംഗത കാരണം പദ്ധതി സ്തംഭിച്ചിരിക്കുകയാണ്. विधायक गंभीर मानव वन्यजीव संघर्ष को कम करने के वादे को पूरा करने में विफल रहे, जिससे समुदाय को आधुनिक बाड़ लगाने, सुरक्षा प्रणालियों या पीड़ितों के लिए पर्याप्त मुआवजे के बिना छोड़ दिया गया है। भाइयों बहनों, आप लोगों से विनम्र अनुरोध है कि ये कुछ बिंदु जो मैं आपके सामने प्रस्तुत कर रहा हूं, आप लोगों से वादा है भाइयों बहनों कि दूसरा, सरकार भूमिहीन गरीबों को भूमि और मालिकाना हक प्रदान करने में पूरी तरह से विफल रही है, जबकि आदिवासी समुदायों को विकास निधि और जल जीवन मिशन के साथ गंभीर उपेक्षा का सामना करना पड़ रहा है। പ്രിയപ്പെട്ടവരെ, ഗുരുതരമായിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിലും ഇവിടുത്തെ സർക്കാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഭൂരഹിതരായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമിയും അതിന്റെ ഉടമസ്ഥാവകാശവും നൽകുന്നതിൽ സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വികസന ഫണ്ടുകളുടെയും ജൽ ജീവൻ മിഷന്റെയും കാര്യത്തിൽ അവർ കടുത്ത അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. भाइयों बहनों, क्रांतिरिका डाउ, थलपुच्छा, कुझा, काम्बिप्लम, वेनोरा, नेल्लियरी,
चागंडा, डाऊ, बैराकुप्पा और मोथक्कारा में प्रमुख पुलों के निर्माण के वादे को पूरा करने में कोई कार्यवाही नहीं की गई है। പ്രിയപ്പെട്ടവരെ, കരിന്തിരിക്കടവ്, തലപ്പുഴ, കമ്പിപ്പാലം, വെണ്ണോറ, നെല്ലിയേരി, ചങ്ങാടക്കടവ്, ബൈരക്കുപ്പ, മുതക്കര എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പാലങ്ങൾ നിർമ്മിക്കുമെന്ന വാഗ്ദാനവും നിറവേറ്റപ്പെട്ടിട്ടില്ല. भाइयों बहनों, आप लोगों से मेरी विनम्र प्रार्थना है कि जहां जहां भी भाइयों बहनों भारतीय जनता पार्टी की सरकारें हैं, भाइयों बहनों, वहां वहां विकास की गंगा प्रवाहित हो रही है। भाइयों बहनों, केंद्र सरकार की जितनी भी कल्याणकारी योजनाएं हैं, वो सारी की सारी कल्याणकारी योजनाएं भाइयों बहनों जहां भारतीय जनता पार्टी की सरकार नहीं है, वहां की सरकार उसको लागू नहीं करती है, जिसकी वजह से जो हमारे दलित, शोषित, वंचित, पिछड़े हमारे भाई बहन जो वन्यांचलों में रहते हैं, उनको उसका लाभ नहीं मिल रहा है। मैं भाइयों बहनों आप लोगों से हाथ जोड़कर प्रार्थना करता हूं, ये समय, जैसा मैंने पहले ही कहा, ये समय बदलाव का समय है भाइयों बहनों, और देश के यशस्वी प्रधानमंत्री जी ने 2047 तक भारत को विश्व का सर्वाधिक विकसित राष्ट्र बनाने की प्रतिज्ञा ली है। 2047 तक ये राष्ट्र दुनिया का सर्वश्रेष्ठ राष्ट्र होगा। भारतवर्ष की अर्थव्यवस्था दुनिया की नंबर 1 अर्थव्यवस्था होगी। भाइयों बहनों, फिर से वो वैभवशाली और गौरवशाली इतिहास पुनर्जागृत और पुनर्स्थापित होगा। फिर से ये राष्ट्र दुनिया का प्रतिनिधित्व और दुनिया का पथ प्रदर्शन करने वाला है। भाइयों बहनों, आप लोगों से अनुरोध है कि आने वाली 9 तारीख को है मतदान, और कमल पर ही लगे निशान। लो भैया, आने वाली 9 तारीख को है मतदान। मैं इतना बोलूंगा तो सारे भाई बहन बोलेंगे कि कमल पर ही लगे निशान। കമൽ പർ ഹി രഹേംഗെ നിശാൻ എന്ന് നമ്മൾ അദ്ദേഹം പറയുമ്പോൾ പറയണം, വരാൻ പോകുന്ന 9-ാം തീയതി എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ താമരയിൽ തന്നെ കുത്തും. കമൽ പർ ഹി രഹേംഗെ നിശാൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. आने वाली 9 तारीख को है मतदान, कमल पर ही रहेंगे निशान। भाइयों बहनों, मैं आप लोगों को प्रणाम करता हूं कि इतनी धूप में भी आप जिस तरीके से पसीना निकल रहा है और आप लोग बैठे हैं, मैं आप लोगों की इस आस्था, श्रद्धा और इस समर्पण के लिए मैं आपके चरणों में प्रणाम करता हूं। भाइयों बहनों प्रणाम। പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് പൊടിയുന്ന ഈ വിയർപ്പുകളെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. इसके आगे मेरी बार बार वाणी रुक रही है कि मेरी माताएं, बहनें, मेरे भाई और ये इतने घंटे भर से खड़े हैं। भाइयों बहनों, मेरा मन अब आगे बोलने को नहीं हो रहा है। मैं तो इतना ही अनुरोध कर रहा हूं कि भारतीय जनता पार्टी के, इधर आओ, हमारे प्रत्याशी भाइयों बहनों, श्याम राज जी पढ़े लिखे और पिछले 25 साल से पूरे समाज की सेवा में तत्पर ये युवा भाइयों बहनों, एक बार भाइयों बहनों, जैसे उड़ीसा में 25 साल तक बीजेडी की सरकार थी। भाइयों बहनों, बीजेडी की सरकार थी। कोई भी केंद्र सरकार की कोई भी योजना अंतिम व्यक्ति तक नहीं पहुंचती थी। लेकिन जब बदलाव हुआ और भारतीय जनता पार्टी का कमल खिला, उड़ीसा में अपने आदिवासी समाज का मुख्यमंत्री बना। भाइयों बहनों, और जिस गति से विकास की गति बढ़ रही है, जिस तरीके से विकसित उड़ीसा बनने की दिशा में आगे बढ़ रहा है, वैसे ही केरल प्रांत को भी भाइयों बहनों, हमको बरसों से जिनका शासन है उनको बदल के एक नई बयार, एक नया शासन स्थापित करना है, ताकि केरल भी भारतवर्ष का स्वर्णिम राज्य बन सके। भाइयों बहनों, विकसित राज्य बन सके। इस दिशा में मैं आप लोगों से विनम्र प्रार्थना करते हुए अपनी बात को यहीं विश्रांति देने की अनुमति चाहता हूं, और आप सब मतदाता भाई और बहनों को मैं प्रणाम निवेदित करता हूं।
बहुत बहुत धन्यवाद। जय हिंद। എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് 25 വർഷത്തെ ഒഡീഷയിലെ അവിടുത്തെ ബിജു ജനതാദൾ BJD പാർട്ടിയുടെ ഭരണത്തെ അവസാനിപ്പിച്ച് അവിടുത്തെ ആദിവാസി ജനസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി അവിടെ BJP ഭരണത്തിലെത്തിയതെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു. അവിടെ BJP ഭരണത്തിലെത്തിയതിനു ശേഷം അവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ മാനന്തവാടിയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി, ഇവിടുത്തെ ആദിവാസി ജനസമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ഇത്തവണ BJPക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ നമസ്കാരം. ആസന്നമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു മാനന്തവാടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ടികവർഗ വകുപ്പ് സഹമന്ത്രിയെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനർത്ഥം അങ്ങ് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരെ വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ആദിവാസി ജനവിഭാഗത്തിന്റെ, ജനസമൂഹത്തിന്റെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് കേന്ദ്രത്തിൽ BJPയുടെ സർക്കാരാണെങ്കിൽ, ഇങ്ങ് കേരളത്തിലും BJPയുടെ സർക്കാർ ആവുകയാണെങ്കിൽ, ഇരട്ട എഞ്ചിനാവുകയാണെങ്കിൽ, ഇങ്ങ് മാനന്തവാടിയിലും BJPയുടെ MLA വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സംശയമൊന്നും വേണ്ട, മാനന്തവാടിയുടെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന P. ശ്യാംരാജ് എന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ വെള്ളേട്ടനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പനമര മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശശിയേട്ടനെ ക്ഷണിക്കുകയാണ്. നമ്മളെയൊക്കെ കാണാൻ വേണ്ടി